ഹായ് എവ്രിവൺ. എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്റർ ഏതാ? സെൽ ബേസിക് ആയിട്ടുള്ള ചാപ്റ്റർ. ബേസിക് എന്ന് വെച്ചാൽ എങ്ങനെയാണ് നമ്മൾ ഈ ഓർഗൻ സിസ്റ്റംസ് ഒക്കെ ഉണ്ടായത്, അതുപോലെ പഠിക്കാവുന്നതാണ്. ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് ഈ സെൽ. അതിന്റെ സ്ട്രക്ചർ, ഓരോ സ്ട്രക്ചേഴ്സിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ ഈ നമ്മൾ ഈ ബിൽഡിംഗ് ഒക്കെ കണ്ടിട്ടില്ലേ? ബിൽഡിംഗിൽ ഈ ബ്രിക്സ് കൊണ്ടല്ലേ, ഈ നമ്മൾ ഇഷ്ടിക കൊണ്ടാണ് ഒരു ബിൽഡിംഗ് പണിയണത്. അപ്പൊ ആ ബ്രിക്സിനെ പറയുന്നതാണ് സെല്ല്. ആ സെല്ല് ജോയിൻ ചെയ്ത് എന്തുണ്ടാവും? ഒരു ടിഷ്യൂ ഉണ്ടാവും. ആ കുറെ ടിഷ്യൂകൾ ഇങ്ങനെ ജോയിൻ ചെയ്ത് എന്തുണ്ടാവും? ഒരു ഓർഗൻ ഉണ്ടാവും. എല്ലാ ഓർഗനും കൂടി ചേർന്ന് ഒരു ഓർഗൻ സിസ്റ്റം ഉണ്ടാവും. അപ്പൊ സെല്ല് എന്ന് പറയുന്നത് എന്താ? അതൊരു സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. കാരണം ഓരോ സെല്ലിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്, അത് ഒരു സ്ട്രക്ചർ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ സെൽ ഇസ് കോൾഡ് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ലൈഫ്. ഇനി സെൽസ് ആദ്യം കണ്ടുപിടിച്ചത് ആരാ? റോബർട്ട് ഹുക്ക് എന്ന ആളാണ്. ആരാ? റോബർട്ട് ഹുക്ക് ആണ് എന്താ പറയാ, ഈ കോർക്കില്ലേ, ഈ കോർക്കിന്റെ സെൽ വോളില് ഈ എംറ്റി ബോക്സസ് ആള് കണ്ടു മൈക്രോസ്കോപ്പിൽ നോക്കിയപ്പോ. അതിനാണ് ആളെന്ത് സെൽസ് എന്ന് പറഞ്ഞത്. അത് 1665 ഈ കോർക്ക് സെൽസില്. ഓക്കെ, അത് കഴിഞ്ഞ് ഒരു ലിവിങ് സെല്ല് കണ്ടുപിടിച്ച ആരാന്നറിയോ? ബാക്ടീരിയനെ കണ്ടുപിടിച്ച അതാണ് ആന്റോൺ വോൺ ല്യൂവൻ ഹോക്ക്. ലിവിങ് സെൽ. അത് കഴിഞ്ഞ് എന്താ പറയാ, ഈ സെല്ലിന്റെ ഉള്ളിൽ എന്താ, ഈ പ്രോട്ടോപ്ലാസം പ്രസന്റ് ആണ് പറഞ്ഞ ആള്. പ്രോട്ടോപ്ലാസം എന്ന് പറയുന്നത് എന്താ? നമ്മളെ സൈറ്റോപ്ലാസം പ്ലസ് സെൽ മെംബ്രെയിൻ. ആ ടേം പറഞ്ഞ ആളാണ് റോബർട്ട് ബ്രൗൺ പറഞ്ഞ ന്യൂക്ലിയസ് ഉണ്ടെന്നാണ്. പിന്നെ ജെയ് പെർക്കിഞ്ച് ആണ് പറഞ്ഞ പ്രോട്ടോപ്ലാസം കൂടി ഉണ്ടെന്ന്. റോബർട്ട് ബ്രൗൺ എന്താ, ന്യൂക്ലിയസ് ഡിസ്കവർ ചെയ്തു. ന്യൂക്ലിയസ്. പിന്നെ ജെയ് പെർക്കിഞ്ച് എന്താ, പ്രോട്ടോപ്ലാസം ടേം ഡിസ്ക്രൈബ് ചെയ്തു. ഇനി ഇലക്ട്രോൺ നമ്മൾ ഇതുവരെ കണ്ട് എന്തായിരുന്നു? നോർമൽ മൈക്രോസ്കോപ്പ് ആയിരുന്നു, സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഇനി നമ്മൾ ഓരോ സെല്ലിന്റെ ഉള്ളിലുള്ള മൈന്യൂട്ട് സ്ട്രക്ചർ കണ്ടുപിടിക്കാൻ കാണാനുള്ള ഒരു ഡിവൈസ് ഉണ്ടായിരുന്നില്ലേ, അതാണ് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എല്ലാ സ്ട്രക്ചറൽ ഡീറ്റെയിൽസും ഒരു സെല്ലിന്റെ കാണാൻ സഹായിച്ചിരുന്നു. അത് ഡെവലപ്പ് ചെയ്തത് ആരാ? നോൾ ആൻഡ് ബ്രൂസ്ക. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അതാരായിരുന്നു? മാക്സ് നോൾ ആൻഡ് ഏർണസ്റ്റ് ബ്രൂസ്ക. അവരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് സെല്ല് എന്താന്ന് നോക്കാം. ഈ ചില ഓർഗാനിസംസിൽ എന്താ, ഒരു സിംഗിൾ സെല്ല് കാണുന്നു. അപ്പൊ അവരെ നമ്മൾ പറയുന്നത് എന്താ? യൂണിസെല്ലുലാർ ഓർഗാനിസം. പക്ഷെ അവർക്ക് ഫംഗ്ഷൻ ഓരോ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് പോലെ ഫങ്ഷൻസ് ചെയ്യാനും പറ്റും. അങ്ങനെയാണ് നമ്മൾ ഓരോ സെല്ലും അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ യൂണിസെല്ലുലാർ സെൽസിന് എന്താ, അവർക്ക് ഇൻഡിപെൻഡന്റ് ആയി എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഓരോ ഫങ്ഷൻ പെർഫോം ചെയ്യാൻ പറ്റും. പിന്നെ അത് ഒരു കുറവും ഇല്ല. മറ്റേ നോർമലി മൾട്ടിസെല്ലുലാർ ഓർഗാനിസംസ് ആയി കമ്പയർ ചെയ്യുമ്പോൾ അവരായിട്ട് ഒരു കുറവും ഇല്ല. അപ്പൊ സെല്ല് എന്താ, ഒരു ബേസിക് സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷൻ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ്. യൂണിസെല്ലുലാർ ഓർഗാനിസംസിന് എന്താ, ഇൻഡിപെൻഡന്റ് എക്സിസ്റ്റൻസ് പറ്റും. പിന്നെ എസെൻഷ്യൽ ഫങ്ഷൻസ് ഓഫ് ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ എന്താ പറയാ, ഒരു ഇൻഡിപെൻഡന്റ് ലിവിംഗ് ഉണ്ട്. അത് കാരണം സെല്ലിനെ നമ്മൾ ചെറുതായി കാണരുത്. അത് ഫണ്ടമെന്റൽ ആൻഡ് സ്ട്രക്ചറൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആണ് ലിവിംഗ് ഓർഗാനിസംസ്. അപ്പൊ ലിവിംഗ് സെല്ല് ഞാൻ നേരത്തെ പറഞ്ഞു. ഫസ്റ്റ് കണ്ടുപിടിച്ചത് ആരാ? ആന്റോൺ വാൻ ല്യൂവൻ ഹോക്ക്. പിന്നെ ന്യൂക്ലിയസ് കണ്ടുപിടിച്ചത് റോബർട്ട് ബ്രൗൺ. പിന്നെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച ആരാ? മാക്സ് നോൾ ആൻഡ് ഏർണസ്റ്റ് ബ്രൂസ്ക. പിന്നെ ഫസ്റ്റ് സെല്ല് കണ്ടുപിടിച്ചതാണ്, സെല്ല് എന്ന് പറഞ്ഞ ടേം കണ്ടുപിടിച്ചതാണ് കോർക്ക് സെല്ല്. അതാണ് 1665 റോബർട്ട് ഹുക്ക്. ഓക്കെ, ഇനി നമ്മൾ ഈ സെല്ല് കണ്ടുപിടിച്ചു. ഇനി പലതരം തിയറികൾ ഓരോ സയന്റിസ്റ്റ് പ്രൊപ്പോസ് ചെയ്തിരുന്നു. അപ്പൊ ആദ്യത്തെ തിയറിയാണ് ഷ്ലീഡൻ ആൻഡ് ഷ്വാൻ എന്ന രണ്ട് സയന്റിസ്റ്റുകൾ. അവരൊരു തിയറി പറഞ്ഞിരുന്നു. അപ്പൊ ഷ്ലീഡൻ പറഞ്ഞ എന്താ, ഈ എല്ലാ പ്ലാന്റ്സിലും എന്താ,
പലതരം സെൽസ് ഉണ്ട്. അതാണ് എന്താ പറയാ ടിഷ്യൂ ആവുക. പ്ലാന്റ്സ് എന്ന് പറഞ്ഞു. അത് ജർമ്മൻ ബൊട്ടാനിസ്റ്റ് ആയിരുന്നു ഷ്ലീഡൻ. ഇനി തിയോഡർ ഷ്വാൻ പറഞ്ഞ എന്താ, ഈ ആനിമൽസിൽ പല ടൈപ്പ് സെൽസ് ഇല്ലേ, ആ സെൽസിന്റെ ഔട്ടർ ലെയറിനെ പറയുന്ന പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അപ്പൊ അതാണ് ഷ്വാൻ പറഞ്ഞത്. ഷ്വാൻ വേറൊരു കാര്യം പറഞ്ഞു, സെൽ വോൾ എന്താ, അത് പ്ലാന്റ്സിൽ മാത്രം കാണുന്ന യുണീക് ഫീച്ചർ ആണ്. അപ്പോ ഷ്വാൻ പറഞ്ഞ എന്താ, പ്ലാന്റ്സും ബോഡീസ്, ഈ പ്ലാന്റ്സും അനിമൽസിന്റെ ബോഡീസിൽ എന്താ സെല്ലും സെല്ലിന്റെ പ്രൊഡക്ട്സും ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ സെൽ തിയറി നോക്കാം. ഷ്ലീഡൻ ആൻഡ് ഷ്വാനിന്റെ സെൽ തിയറി അവര് പറഞ്ഞ എന്താ, 1838 മാത്തിയസ് ഷ്ലീഡൻ, ഒരു ജർമ്മൻ ബൊട്ടാനിസ്റ്റ്. ഓക്കെ, ഇതും ഈ അസേർഷൻ റീസണിലൊക്കെ ചോദിക്കും. ചിലപ്പോ ബ്രിട്ടീഷ് ബൊട്ടാനിസ്റ്റ് ആണോ എന്ന് വെച്ചാൽ, ഞാൻ ഒരു സെന്റൻസ് പറഞ്ഞു. 1838 മാത്തിയസ് ഷ്ലീഡൻ, British botanist, examined a large number of plants and observed that all plants are composed of different kinds of cells which forms in the later tissues of the plant. അപ്പൊ ഇങ്ങനെ ഒരു സെന്റൻസ് തന്നു. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. അതെന്താ, ഇയാള് ബ്രിട്ടീഷ് ബൊട്ടാനിസ്റ്റ് അല്ല, ജർമ്മൻ ബൊട്ടാനിസ്റ്റ് ആണ്. അപ്പൊ അയാള് പല പ്ലാന്റ്സിന്റെയും എന്താ പറയാ എക്സാമിൻ ചെയ്തിട്ട് ഒബ്സർവ് ചെയ്ത എന്താ, സെൽസ് എന്താ ഈ ടിഷ്യൂസ് ഉണ്ടാക്കും പ്ലാന്റ്സിൽ. അപ്പൊ അതേ സമയത്ത് തന്നെ ഒരു വർഷം കഴിഞ്ഞ് തിയോഡർ ഷ്വാൻ 1839 ഒരു ബ്രിട്ടീഷ് സുവോളജിസ്റ്റ് ആണ്, ഈ ആനിമൽ സെൽസിന്റെ ഔട്ടർ ലെയർ പ്ലാസ്മ മെംബ്രെയിൻ ആണെന്ന് പറഞ്ഞു. പിന്നെന്താ, ഈ സെൽ വോൾ ഒരു യൂണിക് ക്യാരക്ടർ ഓഫ് പ്ലാന്റ് സെൽസ് എന്ന് പറഞ്ഞു. അപ്പൊ ഷ്വാൻ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞു. ഒരെണ്ണെന്താ, ഈ പ്ലാസ്മ മെംബ്രെയിൻ കാണും, ഔട്ടർ ആനിമൽ സെൽസിൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെ പറഞ്ഞ എന്താ, സെൽ വോൾ ആകെ കാണുന്നത് പ്ലാന്റ്സിൽ മാത്രമാണ്. പിന്നെ വേറൊരെണ്ണം കൂടിയും പറഞ്ഞു, ഈ ബോഡീസ് ഓഫ് പ്ലാന്റ്സും അനിമൽസ് എന്താ ആ കമ്പോസ്ഡ് ഓഫ് സെൽസും പ്രോഡക്ട്സ് ഓഫ് സെൽസ്. ഓക്കെ, അപ്പൊ ഇതാണ് ഷ്ലീഡൻ ആൻഡ് ഷ്വാന്റെ സെൽ തിയറി. പക്ഷെ ഇതിന് ഒരു ഇതുണ്ടായിരുന്നു, കുറവ്. ആ കുറവ് എന്താ, it did not explain as to how new cells were formed. അപ്പൊ പുതിയ സെൽസ് എങ്ങനെ ഉണ്ടാവുന്നു അതൊന്നും ഇവര് പറഞ്ഞില്ല. ഓക്കെ, ഇനി വേറൊരു തിയറി ഉണ്ട്. അതാണ് 1855 എന്താ, റുഡോൾഫ് വെർച്വോ എന്താ എക്സ്പ്ലെയിൻ ദാറ്റ് സെൽസ് ഡിവൈഡഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അപ്പൊ റുഡോൾഫ് വെർച്വോ പറഞ്ഞ എന്താ, സെൽസിന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അവരെങ്ങനെ ഡിവൈഡ് ചെയ്യും, പണ്ടുണ്ടായ സെല്ലിൽ നിന്നാണ് പുതിയ സെല്ലുകൾ ഉണ്ടാവുന്നത്. അതിന് പറയണതാണ് ഓംനി സെല്ലുലേ ഈ സെല്ലുലേ. അപ്പൊ അതാണ് എന്താ പറയാ, റുഡോൾഫ് വെർച്വോ ആണ് മറ്റേ ഷ്ലീഡൻ ആൻഡ് ഷ്വാന്റെ സെൽ തിയറി മോഡിഫൈ ചെയ്ത് സെൽ തിയറിക്ക് ഒരു ഒരു ഫൈനൽ ഷേപ്പ് കൊടുത്തു. അതായത് എന്താ, ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസും പ്രോഡക്ട്സ് ഓഫ് സെൽസ്. പിന്നെ ഓൾ സെൽസ് അറൈസ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. ഓക്കെ, ഇതായിരുന്നു എന്താ പറയാ റുഡോൾഫ് വെർച്വോ പറഞ്ഞത്. അപ്പൊ സെൽ തിയറി ഏറ്റവും ആദ്യം കണ്ടുപിടിച്ചത് ഷ്ലീഡനും ഷ്വാനാണ്. പക്ഷെ അതിനെ കംപ്ലീറ്റ് ചെയ്തത് ആരാ, റുഡോൾഫ് വെർച്വോ. ഇനി സെല്ലിന്റെ ഒരു ഓവർവ്യൂ നമ്മൾ പഠിക്കാം. അപ്പൊ ഒരു സെല്ലിന്റെ നടുവിൽ എന്തുണ്ടാവും, ഒരു ന്യൂക്ലിയസ് ഉണ്ടാവും. ആ ന്യൂക്ലിയസിൽ എന്തുണ്ടാവും, ക്രോമസോംസ് ഉണ്ടാവും. ആ ക്രോമസോംസിന്റെ ഉള്ളിലാണ് ജനറ്റിക് മെറ്റീരിയൽ ആയ DNA കാണാം. അപ്പോ ഇത് ഒരു സെല്ല്. ഓക്കെ, ആ സെല്ലിന്റെ ഉള്ളിൽ എന്താ, ഒരു ന്യൂക്ലിയസ്. ആ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമോസോംസ് കാണാം. ഇതാണ് ക്രോമോസോംസ്. ആ ക്രോമോസോംസിന്റെ ഉള്ളിൽ എന്ത് കാണും, ജനറ്റിക് മെറ്റീരിയൽ, അതായത് DNA. ഓക്കെ, ഇതാണ് ബേസിക്. ഇനി ചില ആൾക്കാർക്ക് എന്താ, ഈ ന്യൂക്ലിയൈ എന്താ മെംബ്രെയിൻ ഉണ്ടാവും. അവരെയാണ് നമ്മൾ യൂക്കാരിയോട്ടിക് എന്ന് പറയണം. മെംബ്രെയിൻ ഇല്ലാത്തവരെന്ത് പറയും, പ്രോകാരിയോട്ട്. ഇനി യൂക്കാരിയോട്ടിന്റെ സെൽസിന് എന്താ, പല ടൈപ്പ് സെൽ ഓർഗനൽസ് കാണും. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലെക്സ്, ലൈസോസോംസ്, റൈബോസോംസ്, മൈറ്റോകോൺഡ്രിയ, അങ്ങനെ പല ടൈപ്പ് ഓർഗനൽസ് കാണും. പക്ഷെ പ്രോകാരിയോട്ടിക് സെൽസിൽ അങ്ങനെ ഇത്രയും ഓർഗനൽസ് ഇല്ല. അതുപോലെ ന്യൂക്ലിയസിൽ എന്താ മെംബ്രെയിൻ ബ്രൗൺ കവറിങ്ങും ഇല്ല. പിന്നെ നമ്മൾ നോക്കേണ്ട എന്താ, ഈ ചില
എല്ലാ സെൽസിന്റെ ഷേപ്പും സൈസും സെയിം അല്ല, ആക്ടിവിറ്റിയും സെയിം അല്ല. അതായത് മൈക്കോപ്ലാസ്മ ഉണ്ട്. മൈക്കോപ്ലാസ്മയിൽ എന്താ സ്മോളസ്റ്റ് സെൽസ് ആണ് മൈക്കോപ്ലാസ്മ, സ്മോളസ്റ്റ് സെൽസ് ആണ്. പക്ഷെ അതിന്റെ ലെങ്ത് എന്തായിരിക്കും? 0.3 മൈക്രോമീറ്റർ. 0.3 മൈക്രോമീറ്റർ ലെങ്ത് ഉള്ള മൈക്കോപ്ലാസ്മയാണ് സ്മോളസ്റ്റ് സെൽസ്. പിന്നെ ബാക്ടീരിയയുടെ ലെങ്ത് എന്തായിരിക്കും? 3 to 5 മൈക്രോമീറ്റർ. പിന്നെ ഇനി ഏറ്റവും മൾട്ടിസെല്ലുലർ ഓർഗാനിസംസിലും ഈ RBCയുടെ ഡയമീറ്റർ ഉണ്ടല്ലോ, അതാണ് ഏറ്റവും വലുത്, അതായത് 7 മൈക്രോമീറ്റർ. ഏറ്റവും വലുതല്ല, അത് ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ഇനി ഏറ്റവും നീളം കൂടുതലുള്ള സെൽസ് ഏതാണെന്നറിയോ? നെർവ് സെൽസ്. നെർവ് സെൽസ് ആണ് എന്താ പറയാ ലോങ്സ്റ്റ് സെൽസ്. ഓക്കെ, അപ്പൊ ഞാൻ എന്ത് പറഞ്ഞു? ഈ നമുക്കിനി NCERT നോക്കാം. ഈ സെൽസ് ഓഫ് എന്താ ഹ്യൂമൻ ചീക്ക് ഹാവ് എൻ ഔട്ടർ മെംബ്രെയിൻ ആസ് എ ഡീലിമിറ്റിംഗ് സ്ട്രക്ചർ ഓഫ് സെൽ. അതിനാണ് സെൽ മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഈ ഓരോ സെല്ലിൽ എന്താ ഒരു ഡെൻസ് മെംബ്രെയിൻ ബൗണ്ട് സ്ട്രക്ചർ ഉണ്ട്. യൂക്കാരിയോട്ട് ആണെങ്കിൽ അതാണ് ന്യൂക്ലിയസ്. ന്യൂക്ലിയസിന്റെ ഉള്ളിൽ എന്ത് ക്രോമസോംസ് ഉണ്ടാവും, അതിന്റെ ഉള്ളിലാണ് നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ. ഈ ജനറ്റിക് മെറ്റീരിയൽ എന്താ ഓരോരുത്തർക്കും വേറെ ആയിരിക്കും. അപ്പൊ അത് വെച്ചാണ് നമ്മൾ ഈ ഫോറൻസിക്കിലൊക്കെ കണ്ടിട്ടില്ലേ, ഫോറൻസിക് സയൻസസിൽ അത് ഉപയോഗിച്ചാണ് നമ്മൾ ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. എന്റെ DNA എനിക്ക് മാത്രമുള്ള DNA, നിങ്ങൾക്ക് അത് ഉണ്ടാവില്ല. അപ്പൊ അതൊരു ഐഡന്റിഫൈങ് ഫീച്ചേഴ്സ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞിരുന്നു യൂക്കാരിയോട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഈ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയർ ഉള്ളവരാണ് യൂക്കാരിയോട്ട്, പക്ഷെ ഇല്ലാത്തവർ പ്രോകാരിയോട്ട്. പിന്നെ യൂക്കാരിയോട്ടും പ്രോകാരിയോട്ടും കോമൺ ആയിട്ട് എന്ത് സാധനം ഉണ്ട്? സൈറ്റോപ്ലാസം ഉണ്ട്. പക്ഷെ സൈറ്റോപ്ലാസം എന്താ, അതാണ് മെയിൻ അരീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ് ഇൻ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. ഇത് പ്രീവിയസ് ഇയർ MCQ ക്വസ്റ്റ്യൻ ആണ്. ഇനി വേരിയസ് കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ ഉള്ളിൽ നടക്കും. എന്തിന്? ടു കീപ് ദ സെൽ ഇൻ ലിവിങ് സ്റ്റേറ്റ്. ഈ ന്യൂക്ലിയസ് അല്ലാണ്ട് യൂക്കാരിയോട്ടിക് സെൽസിൽ പല മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് കാണും. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി കോംപ്ലക്സ്, ലൈസോസോംസ്, മൈറ്റോകോൺട്രിയ, മൈക്രോ ബോഡീസ് അല്ലെങ്കിൽ വാക്യൂൾസ് എന്തെങ്കിലും. ഇതൊക്കെ പ്രോകാരിയോട്ടിൽ ആബ്സെന്റ് ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഓരോ സ്ട്രക്ചറും ഫങ്ഷനും നമ്മൾ ഇനി വരുമ്പോ പഠിക്കും. എന്നുവെച്ചാൽ ഈ ചാപ്റ്ററിൽ തന്നെ പഠിക്കാനുണ്ട്. പക്ഷെ ഒരു സ്ട്രക്ചർ കോമൺ ആണ് യൂക്കാരിയോട്ടും പ്രോകാരിയോട്ടും. അതാണ് നമ്മളുടെ എന്താ റൈബോസോംസ്. അതെന്താ നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽസ് ആണ്. അത് യൂക്കാരിയോട്ടിലും പ്രോകാരിയോട്ടിലും കാണും. പക്ഷെ ഈ സെല്ല് റൈബോസോംസ് സൈറ്റോപ്ലാസം മാത്രമല്ല കാണുക, അത് ചില 2 ഓർഗനൽസിലും കാണും. അതായത് പ്ലാന്റ്സിലാണെങ്കിൽ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലും മൈറ്റോകോൺട്രിയയിലും പിന്നെന്താ ഈ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിലും കാണും. അപ്പൊ ഈ റൈബോസും സൈറ്റോപ്ലാസം അല്ലാണ്ട് വേറെ എവിടെ കാണാൻ പറ്റുക? ക്ലോറോപ്ലാസ്റ്റ്, മൈറ്റോകോൺട്രിയ അല്ലെങ്കിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. ഇനി ചില അനിമൽസിന് എന്താ ഒരു നോൺ മെംബ്രെയിൻ ബൗണ്ട് ഓർഗനൽ ഉണ്ട്, അതാണ് സെൻട്രോസോം. സെൻട്രോസോമിന്റെ ഫംഗ്ഷൻ എന്താ? സെൽ ഡിവിഷനെ സഹായിക്കും. സെൽ ഡിവിഷനെ സഹായിക്കുന്നതാണ് സെൻട്രോസോം. ഇനി ഞാൻ പറഞ്ഞിരുന്നു സെൽസ് എന്താ ഈ ഷേപ്പും സൈസും ഡിഫർ ചെയ്യും. ഏറ്റവും ചെറുതാണ് മൈക്കോപ്ലാസ്മ, അത് ജസ്റ്റ് 0.3 മൈക്രോമീറ്റർ ലെങ്ത് ഉള്ളു. പക്ഷെ ബാക്ടീരിയ ആണെങ്കിൽ എന്താ 3 to 5 മൈക്രോമീറ്റർ ഉണ്ട്. ലാർജസ്റ്റ് ഐസൊലേറ്റഡ് സിംഗിൾ സെല്ലാണ് എഗ് ഓഫ് എൻ ഓസ്ട്രിച്ച്. പിന്നെ ഹ്യൂമൻ RBCയുടെ ഡയമീറ്റർ എന്താ 7 മൈക്രോമീറ്റർ. ഇതൊക്കെ ചോദിക്കണതാണ് ഡയറക്റ്റ് ആയിട്ട് നീറ്റില്. അപ്പൊ നിങ്ങൾക്കത് പഠിച്ചു വെക്കണം. പിന്നെ ഏറ്റവും നീളം കൂടിയ സെൽസ് ആണ് നെർവ് സെൽസ്. ഏറ്റവും വലിയ സെല്ലാണ് നമ്മളുടെ എഗ്, ഓസ്ട്രിച്ചിന്റെ എഗ്. പിന്നെ ഷേപ്പും പലർക്കും വ്യത്യാസം ഉണ്ടാവും. ചിലതിൽ എന്താ ഡിസ്ക് ഷേപ്പ് ആയിരിക്കും, ചിലത് ക്യൂബോയിഡ്, ബ്രാഞ്ച്, ത്രെഡ് ആവാം. പല ടൈപ്പ് സെൽസ് ആവും. ഈ ഫോട്ടോയിൽ നോക്കുക, ഇതില് എന്താ പറയാ RBCs എന്താ ഈ ബൈകോൺകേവ് ആയി കാണാം. ചില ഇതിൽ എന്താ ഇത് കൊളുംനാർ എപ്പിത്തീലിയൽ സെൽസ് നീളം കൂടിയത്. ഇതിൽ ബ്രാഞ്ച് ആൻഡ് ലോങ് ആയി നെർവ് സെൽ. പിന്നെ ഒരു നീളം കൂടിയ സെല്ലായി ട്രക്കീഡ്സ്, അത് സ്ക്ലീറൻ കൈമേലുള്ള. പിന്നെ ചില മീസോഫിൽ സെൽസ് എന്താ റൗണ്ട് ആൻഡ് ഓവൽ. അപ്പൊ ഇതാണ് നമ്മൾ സെൽസിന്റെ ഡൈവേഴ്സിറ്റി. സെല്ല് എന്താ പറയാ ഷേപ്പും സൈസും ലെങ്ത്തും എല്ലാം ഡിഫർ ചെയ്യും. ഫങ്ഷൻസും അതും വ്യത്യാസമുണ്ട് സെല്ലിന്.
ഇനി നമുക്ക് എന്താ പറയുക പ്രോക്യാരിയോട്ടിക് സെൽസിനെ കുറിച്ച് പഠിക്കാം. ഈ 2 ടൈപ്പ് സെൽസ് ഉണ്ടെന്നാണ്, പ്രോക്യാരിയോട്ടിക് സെല്ലും യൂക്യാരിയോട്ടിക് സെല്ലും. അപ്പൊ അതിന് നമ്മൾ ഡിഫറൻസ് നമുക്ക് ഏറ്റവും ആദ്യം പഠിക്കാം. ഓക്കെ, ഇത് ഞാൻ മറ്റേ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിലും പറഞ്ഞു തന്നിരുന്നു, പക്ഷെ ഇതിലും ഞാൻ അത് വേണമെങ്കിൽ പറയാം. Prokaryotic cell and eukaryotic cell. Size എന്താ സ്മോൾ ആണ്, എന്താ യൂക്കാരിയോട്ടിക്കില് ലാർജ് ഇൻ സൈസ് ആണ് വരാം. ഇതില് എന്താ പറയാ സെൽ വാൾ എന്താ പെപ്റ്റിഡോ ഗ്ലൈക്കൻ ആണ് പ്രോക്യാരിയോട്ടിൽ. പക്ഷെ യൂക്കാരിയോട്ടിക് സെല്ലോ അത് പോളിസാക്കറൈഡ് ആണ്. അതായത് സെല്ലുലോസ് ആവും പ്ലാന്റ്സില്, കൈറ്റിൻ ആവും ഫംഗൈ, അതൊക്കെ പോളിസാക്കറൈഡ് ആണ്. ഇനി സെൽ മെംബ്രെയിനിൽ എന്താ റെസ്പിറേറ്ററി എൻസൈംസ് പ്രസന്റ് ആയിരിക്കും ഇതിൽ പ്രോക്യാരിയോട്ടിൽ. കാരണം അതിൽ വേറെ ഓർഗനൽസ് ഇല്ല, അപ്പൊ സെൽ മെംബ്രെയിൻ തന്നെ ചെയ്യണം. സെൽ മെംബ്രെയിൻ ബെയർസ് റെസ്പിറേറ്ററി എൻസൈംസ്. ഇതിലെന്താ ഇറ്റ് ലാക്സ് റെസ്പിറേറ്ററി എൻസൈംസ്. ഇതിൽ റൈബോസോംസ് 2 ടൈപ്പ് ഉണ്ട്, 70S 80S. 70S ടൈപ്പ് റൈബോസോംസ് മോസ്റ്റ്ലി പ്രോക്യാരിയോട്ട് സെൽസിലെ കാണാം. റൈബോസോംസ് ഇതിലെന്താ 70S ആൻഡ് 80S റൈബോസോംസ്. ഇതില് സൈറ്റോപ്ലാസം ഒരു മൂവ്മെന്റ്സും കാണിക്കില്ല പ്രോക്യാരിയോട്ടില്. ഇതിലെന്താ സൈറ്റോപ്ലാസം കാണിക്കും. ഇതില് DNA സർക്കുലർ ആയിരിക്കും ഇതില് പ്രോക്യാരിയോട്സിൽ. മറ്റേ നമ്മള് യൂക്കാരിയോട്സിൽ എന്താ ലീനിയർ DNA ആണ് അസോസിയേറ്റഡ് വിത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. പിന്നെ സെൽ ഡിവിഷൻ എന്താ, അതിലും മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ ആണ്. അത് നിങ്ങൾ എന്താ ഇതിൽ പഠിക്കും സെൽ സൈക്കിളിൽ. മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ ഇതിലെന്താ ടിപ്പിക്കലി മൈറ്റോട്ടിക് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് എന്താ യൂക്കാരിയോട്ടും പ്രോക്യാരിയോട്ടും തമ്മിലുള്ള ഡിഫറൻസ്. അപ്പൊ പ്രോക്യാരിയോട്ടിക് സെൽസ് മെയിൻലി യൂണിസെല്ലുലർ ഓർഗാനിസംസ് ആണ്. ലൈക്ക് എന്താ ബാക്ടീരിയ ആവാം, ബ്ലൂ ഗ്രീൻ ആൽഗി, അല്ലെങ്കിൽ പ്ലൂറോ ന്യൂമോണിയ ലൈക്ക് ഓർഗാനിസംസ് ഉണ്ട്. ഇനി ബാക്ടീരിയക്ക് ടിപ്പിക്കൽ ഞാൻ പറഞ്ഞിരുന്നു 3-4 ഷേപ്പുകൾ ഉണ്ട്. അതെന്താ ബാസിലസ് ആവാം, കോക്കസ് ആവാം, കോമ ഷേപ്പ് വിബ്രിയോ ആവാം, അല്ലെങ്കിൽ സ്പൈറൽ ഷേപ്പ് സ്പൈറലും. ഈ എല്ലാ പ്രോക്യാരിയോട്സിലും ഒരു സെൽ വാൾ ഉണ്ടാവും സറൗണ്ടിങ് സെൽ മെംബ്രെയിൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഒരു മാട്രിക്സ് ഫില്ലിംഗ് ദ സെൽ ഉണ്ടാവും, അതാണ് സൈറ്റോപ്ലാസം. പിന്നെ ഇവന്റെ ജനറ്റിക് മെറ്റീരിയൽ നേക്കഡാണ്. നേക്കഡ് എന്ന് പറഞ്ഞാൽ ഒന്നും കവർ ചെയ്തിട്ടില്ല. എന്തുകൊണ്ട്? മെംബ്രെയിൻ കൊണ്ട്. അപ്പൊ ന്യൂക്ലിയസ് വിത്തൗട്ട് ന്യൂക്ലിയർ എൻവലപ്പ് ആണ്. പിന്നെ ഇതിൽ സർക്കുലർ DNA ആണ് കാണുക, സിംഗിൾ ക്രോമസോം സർക്കുലർ DNA. പക്ഷെ നമ്മളുടെ ഇതിൽ എന്താ ലീനിയർ DNA കാണാം. പിന്നെ DNA റെപ്ലിക്കേഷന് സഹായിക്കാൻ കുറച്ച് ഹിസ്റ്റോൺ പ്രോട്ടീൻസ് ഉണ്ട്. ഹിസ്റ്റോൺ പ്രോട്ടീൻസ് പക്ഷെ യൂക്കാരിയോട്സിലും കാണും, പക്ഷെ പ്രോക്യാരിയോട്സിൽ കാണില്ല. മനസ്സിലായോ? പിന്നെ ഈ എന്താ പറയാ പ്ലാസ്മ മെംബ്രെയിനിൽ എന്താ കുറച്ച് സർക്കുലർ കോയിൽ ബോഡീസ് ഉണ്ട്. മീസോസോം പ്ലാസ്മ മെംബ്രെയിൻസിന്റെ ഇത് ഇങ്ങനെ ഇൻഫോൾഡിങ്സ് ആണ്. മനസ്സിലായോ? അതിലാണ് ഈ റെസ്പിറേറ്ററി എൻസൈംസ് കാണുക. റെസ്പിറേറ്ററി എൻസൈംസ് നിങ്ങൾ റെസ്പിറേഷൻ പ്ലാന്റ്സിൽ പഠിക്കും. ഈ ഓക്സിഡേസസും ഡീഹൈഡ്രോജനേസസും റെസ്പിറേഷന് സഹായിക്കാനുള്ള എൻസൈംസ്. അപ്പൊ അതാണ് ഈ റെസ്പിറേഷനും സഹായിക്കും, സെൽ വാൾ ഫോർമേഷനും സഹായിക്കും, പിന്നെ DNA റെപ്ലിക്കേഷനും അത് സഹായിക്കും. അതാണ് എന്താ മീസോസോംസ്. ഓക്കെ, അപ്പൊ നമുക്ക് NCERT നോക്കാം. പ്രോക്യാരിയോട്ടിക് സെൽ എന്ന് പറയുന്നത് എന്താ?
ഈ ബാക്ടീരിയ ആവാം, ബ്ലൂ ഗ്രീൻ ആൽഗി ആവാം, മൈക്കോപ്ലാസ്മ ആവാം, PPLO ആവാം. പിന്നെ ഇവരെന്തായിരിക്കും, ജനറലി സ്മോൾ ആയിരിക്കും, യൂക്യാരിയോട്സിനെക്കാളും ചെറുതായിരിക്കും. അവര് ഷേപ്പിലും സൈസിലും ഡിഫർ ചെയ്യും. പിന്നെ 4 ബേസിക് ഷേപ്സ് ഓഫ് ബാക്ടീരിയ ഉണ്ട്. അതായത് ബാസിലസ് ഉണ്ടാവും, കോക്കസ് ഉണ്ടാവും, പിന്നെ വിബ്രിയോ ഷേപ്ഡ് കോമ ഷേപ്പ് വിബ്രിയോ ഉണ്ടാവും, പിന്നെ സ്പൈറലും ഉണ്ടാവും. പിന്നെ ഓർഗനൈസേഷൻ എല്ലാ പ്രോക്യാരിയോട്ടും യൂക്യാരിയോട്ടും സെയിം എന്ന് വെച്ചാൽ എല്ലാ ഫങ്ഷൻസ് ചെയ്യാനുള്ള അഡാപ്റ്റേഷൻസ് ആ ഒരു യൂണിസെല്ലുലാർ സെല്ലിലുണ്ട്. പ്രോക്യാരിയോട്സിന് ഒരു സെൽ വാൾ ഉണ്ട്, സെൽ വാൾ സറൗണ്ടിങ് ദ സെൽ മെംബ്രെയിൻ. പക്ഷെ മൈക്കോപ്ലാസ്മയിൽ സെൽ വാൾ ഇല്ല. അത് കാരണം അതിൽ ആന്റിബയോട്ടിക്സ് വർക്ക് ആവില്ല. ആന്റിബയോട്ടിക്സ് ഈ സെൽ വാള് കൊന്നല്ലേ, സെൽ വാളിൽ പോറുണ്ടാക്കിയിട്ടാണ് അതിനെ കൊല്ലുക. പക്ഷെ ഈ മൈക്കോപ്ലാസ്മയിൽ സെൽ വാൾ ഇല്ലെങ്കിൽ ആന്റിബയോട്ടിക് എങ്ങനെ വർക്ക് ചെയ്യും? വർക്ക് ചെയ്യില്ല. ഇനി അതിന്റെ സെൽ വാളിന്റെ ഉള്ളിൽ സെൽ മെംബ്രെയിൻ ഉണ്ട്, പിന്നെ സൈറ്റോപ്ലാസം ഉണ്ട്. പക്ഷെ നോ വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആണ്, കാരണം അതിന് ന്യൂക്ലിയർ എൻവലപ്പ് ഇല്ല. പിന്നെന്താ, നേക്കഡ് ആണ്. ഈ ജീനോമിക് DNA സിംഗിൾ സർക്കുലർ ആണ്, സർക്കുലർ DNA ആണ്. പിന്നെ ചില ബാക്ടീരിയക്ക് DNA ഔട്ട്സൈഡ് ജീനോമിക് DNA ഉണ്ടാവും. അതിനെയാണ് നമ്മൾ പ്ലാസ്മിഡ്സ് എന്ന് പറയും. പ്ലാസ്മിഡ്സിന് പ്രത്യേക തരം ക്യാരക്ടേഴ്സ് ഉണ്ട്, നിങ്ങൾ 12th പഠിക്കും. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആവാനുള്ള കാരണം പ്ലാസ്മിഡിന്റെ ഓരോ ചേഞ്ചസ് ആണ്. ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ യൂക്യാരിയോട്സിൽ കാണും, പക്ഷെ യൂക്യാരിയോട്സിൽ കാണുന്ന പോലെ ഒരു ഓർഗനൽസും ഈ പ്രോക്യാരിയോട്സിൽ കാണില്ല, എക്സെപ്റ്റ് ഫോർ റൈബോസോംസ്. റൈബോസോംസ് രണ്ടിലും കോമൺ ആണ്. പിന്നെ ഇവർക്ക് മീസോസോംസ് ഉണ്ട്. മീസോസോംസ് എന്ന് പറയുന്നത് ഇൻഫോൾഡിങ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. അതിന്റെ ഫങ്ഷൻ ആണ് റെസ്പിറേഷൻ, മെയിൻറ്റെയിൻസ് റെസ്പിറേഷൻ മെയിൻറ്റെയിൻ ചെയ്യും. അത് സെൽ ഡിവിഷന് സഹായിക്കും. ഓക്കെ, ഇതാണ് അപ്പൊ നമ്മളുടെ പ്രോക്യാരിയോട്സ്. അപ്പൊ ഇതാണ് ഒരു ടിപ്പിക്കൽ യൂക്യാരിയോട്ട് സെല്ല് കാണുന്നില്ലേ. ഇതിൽ പല ഓർഗൻസും, മൈറ്റോകോൺട്രിയ ആണ്, ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് മെംബ്രെയിൻ ബൗണ്ട് ഓർഗനലാണ്, ഗോൾഗി അപ്പാരറ്റസ് ഇവിടെ, റൈബോസോംസ് എല്ലാം അതിൽ കാണാം. പക്ഷെ പ്രോക്യാരിയോട്സിൽ ഒരു സെല്ലേ ഉള്ളൂ, ഇത്രയും ഡൈവേഴ്സിറ്റി ഇല്ല. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമുക്ക് പോകേണ്ടത് ഈ സെൽ എൻവലപ്പും അതിന്റെ ഓരോ മോഡിഫിക്കേഷൻസും ആണ്. അപ്പൊ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് സാധനം? 3 സ്ട്രക്ചർ ഉണ്ട്, 3 ലേയേഴ്സും കൂടി ഒരുമിച്ചാണ് അതിന് സെൽ എൻവലപ്പ് എന്ന് പറയാം. ഫസ്റ്റ് ഏറ്റവും പുറത്ത് സെൽ വാളിന് പുറത്ത് ഒരു ഗ്ലൈക്കോകാലിക്സ് ഉണ്ടാവും. ഗ്ലൈക്കോകാലിക്സ് കഴിഞ്ഞാൽ അതിന്റെ തൊട്ടുള്ളിൽ സെൽ വാൾ ഉണ്ടാവും. പിന്നെ അതിന്റെ തൊട്ടുള്ളിൽ പ്ലാസ്മ മെംബ്രെയിൻ. അപ്പോ സെൽ എൻവലപ്പ്. സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് ഒരു ടൈറ്റ്ലി ബൗണ്ട് 3 ലേയേർഡ് സ്ട്രക്ചർ ആണ്, കമ്പോസ്ഡ് ഓഫ് ഔട്ടർമോസ്റ്റ് ഗ്ലൈക്കോകാലിക്സ്, പിന്നെ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? സെൽ വാൾ. പിന്നെ അതിന്റെ ഉള്ളിൽ എന്തുണ്ടാവും? സെൽ മെംബ്രെയിൻ. ഓക്കെ, ഇനി ഈ ബാക്ടീരിയനെ ഈ സെൽ എൻവലപ്പിന്റെ ഡിഫറൻസസ് വഴി നമുക്ക് 2 മാനറിൽ ഡിവൈഡ് ചെയ്യാം. ഒന്ന് അതൊരു പ്രൊസീജിയർ ഉണ്ട്, ഗ്രാം സ്റ്റെയിൻ പ്രൊസീജിയർ. ഗ്രാം സ്റ്റെയിൻ പ്രൊസീജിയർ എന്ന് പറയണം, ചില ബാക്ടീരിയ ഈ ഗ്രാം സ്റ്റെയിൻ, ആ സ്റ്റെയിൻ എടുക്കും. ആ സ്റ്റെയിൻ എടുക്കുന്നവർ ഒരു വയലറ്റ് കളർ, ഒരു തരം പിങ്കിഷ് കളർ ആയിരിക്കും, പിങ്കിഷ് വയലറ്റ് കളർ. അവരെയാണ് ഗ്രാം പോസിറ്റീവ് എന്ന് പറയാം. ചില ബാക്ടീരിയ ആ ഗ്രാം സ്റ്റെയിൻ എടുക്കില്ല, അതിനെയാണ് നമ്മൾ നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് നോക്കാം. അപ്പോ ഗ്രാം സ്റ്റെയിനിങ് ചെയ്യും. ഏതിലാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും ഏതാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആ ഡിഫറൻസസ് നമുക്ക് ഏതാദ്യം ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ്.
ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ എന്താ, ആ ഫസ്റ്റ് ഒരു ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ എടുക്കും, ഒരു ഗ്രാം സ്റ്റെയിനിങ്ങിൽ ആ സ്റ്റെയിൻ എടുക്കും. അപ്പൊ അവരെന്താ, ദേ റിട്ടെയിൻ എന്താ, ദ ക്രിസ്റ്റൽ വയലറ്റ് സ്റ്റെയിൻ ഡ്യൂറിങ് ഗ്രാം സ്റ്റെയിനിങ്. പക്ഷെ ഗ്രാം നെഗറ്റീവ് എന്താ, അത് റിട്ടെയിൻ ചെയ്യില്ല. ഇനി ഇവരുടെ കളർ മൈക്രോസ്കോപ്പിൽ എന്തായിരിക്കും, പർപ്പിൾ കളർ ആയിരിക്കും. ഇവരുടെ കളർ എന്തായിരിക്കും, ഒരു സാഫ്രോൺ ആണെങ്കിൽ എന്താ പറയാ, പിങ്ക് കളർ. ഇനി ഔട്ടർ മെംബ്രെയിൻ എന്താ, ഏതിലാ പ്രസന്റ് വരാ, ഔട്ടർ മെംബ്രെയിൻ ഇതിൽ പ്രസന്റ് ആയിരിക്കും. പക്ഷെ ഗ്രാം നെഗറ്റീവിലെ ഔട്ടർ മെംബ്രെയിൻ എന്താ, ഇസ് ആബ്സെന്റ്. ഇനി പെപ്റ്റിഡോഗ്ലൈക്കൻ ഇതില് ഏതിലാ തിക്ക്, പെപ്റ്റിഡോഗ്ലൈക്കൻ ഗ്രാം പോസിറ്റീവിലാണ് തിക്ക്. ഇത് യൂഷ്വലി എന്താ, സിംഗിൾ ലെയർഡ് ആണ്. ഓക്കെ. ഇനി സെൽ വാൾ ഏതിലായിരിക്കും സ്മൂത്ത് ആയിരിക്കുക, സെൽ വാൾ നമ്മളുടെ ഗ്രാം പോസിറ്റീവിലായിരിക്കും സ്മൂത്ത്. ഇതില് വേവി. ലിപ്പിഡ് കണ്ടന്റ് കൂടുതൽ ഏതിലായിരിക്കും, ഇതില് ലോ ലിപ്പിഡ് കണ്ടന്റ് ആണ് ഗ്രാം പോസിറ്റീവില്. ഇതില് ഹൈ ലിപ്പിഡ് കണ്ടന്റ്. ഇതിന്റെ എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം. ഇതില് ബാസിലസ്, സ്ട്രെപ്റ്റോകോക്കൈ, ക്ലോസ്ട്രീഡിയം. പക്ഷെ ഇതിന്റെ എക്സാമ്പിൾസ് എന്താ, എക്സാമ്പിൾ ക്ലെമീഡിയ, ഈക്കോലൈ, ബൊറീലിയ. ഓക്കെ, ഇതാണ് ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ചില ബാക്ടീരിയയിൽ എന്താ, ഒരു ഞാൻ പറഞ്ഞിരുന്നു തിക്ക് സ്ലൈമി എന്ന് പറഞ്ഞാൽ ഒട്ടിപ്പിടിക്കുന്ന തിക്ക് ആയിട്ടുള്ളൊരു ലെയർ പ്രസന്റ് ആയിരിക്കും സെൽ വാളിന്റെ പുറത്ത്. അതെന്താ, ഈ പോളിസാക്കറൈഡ്സും കാർബോഹൈഡ്രേറ്റ്സും നൈട്രോജനസ് സബ്സ്റ്റൻസും ആണ് കൊണ്ടുണ്ടാക്കിയേക്കണതാണ്. അപ്പൊ അതിന്റെ ഫംഗ്ഷൻ എന്താ, ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് ഫാഗോസൈറ്റോസിസ്. ഫാഗോസൈറ്റോസിസ് ആണെങ്കിൽ പിന്നെന്തോ, ഈ ആന്റിബയോട്ടിക്സ് സെൽ വാളിൽ കൊല്ലണം. ഇപ്പൊ സെൽ വാൾ ഇങ്ങനെ തിക്കി സ്ലൈമി ആണെങ്കിൽ കൊല്ലാൻ പറ്റില്ല. ഇനി പ്ലാസ്മ മെംബ്രെയിന്റെ നേച്ചർ എന്താ, ഈ നമ്മളുടെ ഈ സെല്ലുലാർ സെൽ എൻവലപ്പില് പ്ലാസ്മ മെംബ്രെയിൻ സെമി പെർമിയബിൾ ആണ്. സെമി പെർമിയബിൾ എന്ന് വെച്ചാൽ അത് ചില സ്ട്രക്ചേഴ്സിനെ ചില മെറ്റീരിയൽസിനെ ഉള്ളിലേക്ക് എടുക്കും, പക്ഷെ ചിലതിന് എടുക്കില്ല. ചിലതിനെ പുറത്തു പോകാൻ സഹായിക്കും, ചിലതിനെ പുറത്തു പോകാൻ സഹായിക്കില്ല. അതാണ് സെമി പെർമിയബിൾ നേച്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ. പിന്നെന്താ, ഈ ചില സൈനോ ബാക്ടീരിയൽ ഞാൻ പറഞ്ഞിരുന്നു മറ്റേ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ എന്താ, കുറച്ച് മെംബ്രെയിനസ് എക്സ്റ്റൻഷൻസ് ഉണ്ടാവും സൈറ്റോപ്ലാസത്തിൽ. അവരെയാണ് നമ്മൾ പറയാ ക്രൊമാറ്റോഫോർസ്. ക്രൊമാറ്റോഫോർസിൽ എന്താ, ഈ പിഗ്മെന്റ്സ് ഉണ്ടാവും, ക്ലോറോഫിലെ, ബീറ്റ കെരോട്ടിൻ അല്ലെങ്കിൽ ഫൈക്കോഇറിത്രിൻ. അപ്പോ ഈ പിഗ്മെന്റ്സ് കൊണ്ട് എന്ത്, അവര് സ്വന്തമായി ഫുഡ് ഉണ്ടാക്കും, അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്യുകയും ചെയ്യും. ഓക്കെ. ഇനി ഈ സെൽസിന് എന്താ, നീങ്ങണ്ടേ, ആ നീങ്ങാൻ സഹായിക്കാൻ എന്തുണ്ടാവും, ഫ്ലെജെല്ല ഉണ്ടാവും. ചിലർക്ക് ഫ്ലെജെല്ല ഉണ്ടാവും, ചിലതിൽ സീലിയ ഉണ്ടാവും. ഇനി ഫ്ലെജെല്ല അല്ലാണ്ട് എന്താ, ചില പിലി ആൻഡ് ഫിംബ്രിയ എന്ന് പറഞ്ഞ കുറച്ച് സ്ട്രക്ചേഴ്സ് ഉണ്ട് ബാക്ടീരിയയില്. അതിന്റെ പക്ഷെ എന്താ, റോള് മോട്ടിലിറ്റി അല്ല. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്താ, ഈ NCERT ഈ സെൽ എൻവലപ്പില് എന്തൊക്കെയാ ഞാൻ പറഞ്ഞത് നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഇനി സെൽ എൻവലപ്പ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണത്, ഔട്ടർ മോസ്റ്റ് ഗ്ലൈക്കോകാലിക്സ് ഫോളോഡ് ബൈ സെൽ വാൾ ആൻഡ് ദെൻ പ്ലാസ്മ മെംബ്രെയിൻ. ഇനി ഓരോ ലെയറിൽ എന്താ, ഒരു ഫംഗ്ഷൻ ഉണ്ട്. ഓരോ എൻവലപ്പ്, ഈച്ച് ലെയർ ഓഫ് എൻവലപ്പ് പെർഫോംസ് ഡിസ്റ്റിങ് ഫംഗ്ഷൻ.
സോ ദേ ആക്ട് ടുഗെദർ ആസ് ഇൻ ദ സിംഗിൾ പ്രൊട്ടക്റ്റീവ് യൂണിറ്റ്. ഈ ബാക്ടീരിയനെ രണ്ട് ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. ഈ സെൽ എൻവലപ്പ് ഉണ്ട് ഡിഫറൻസ്. അതെന്താ ഒരു സ്റ്റെയിനിങ് പ്രൊസീജിയർ ഉണ്ട്, അതായത് ഗ്രാം സ്റ്റെയിൻ. ചിലത് ഗ്രാം സ്റ്റെയിൻ എടുക്കും, അതാണ് ഗ്രാം പോസിറ്റീവ്. എടുക്കാത്തതാണ് ഗ്രാം നെഗറ്റീവ്. ഈ ഗ്ലൈക്കോകാലിക്സ് എന്താ ഈ കോമ്പോസിഷനും തിക്നെസ്സിനും ഡിഫർ ചെയ്യും. ചിലത് ഈ ലൂസ് ലൈമി ലെയർ ഉണ്ടാവും, ചിലതിൽ തിക്ക് ആൻഡ് റഫ് എന്ത് ക്യാപ്സ്യൂൾ ആവും. ഇനി സെൽ വോൾ ആണ് ഒരു സെല്ലിന്റെ ഷേപ്പും അതിന്റെ മെക്കാനിക്കൽ ഈ സ്ട്രക്ചറൽ സപ്പോർട്ടും അത് ഡിറ്റർമിൻ ചെയ്യണ എന്താ സെൽ വോൾ ആണ്. ആൻഡ് ഇറ്റ് പ്രിവെന്റ്സ് എന്താ പറയാ ദ ബാക്ടീരിയം ഫ്രം ബേസ്റ്റിംഗ് ആൻഡ് കൊളാപ്സിങ്. ഓക്കെ, ഇനി പ്ലാസ്മ മെംബ്രെയിന്റെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇറ്റ് സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. പിന്നെ അതാണ് പുറത്തുള്ള വേൾഡായി ഇന്ററാക്ട് ചെയ്യാൻ സഹായിക്കുന്നത്. ബാക്കി ഒരു സ്ട്രക്ചറും പെർമിയബിൾ അല്ല. പിന്നെ ഞാൻ പല ടൈപ്പ് ഇതും പറഞ്ഞിരുന്നു, എന്താ ഈ എക്സ്റ്റൻഷൻസ്. മീസോസോം ഉണ്ട് നമ്മുടെ പ്രോകാരിയോട്സിൽ. അതിന്റെ ഫങ്ഷൻ എന്താ, അത് സെൽ വാൾ ഫോർമേഷൻ, DNA റെപ്ലിക്കേഷനും റെസ്പിറേഷനും സഹായിക്കും. പിന്നെ എന്താ പറയാ ചില ബാക്ടീരിയയില് ഈ ക്രൊമാറ്റോഫോർസ് ഉണ്ടെന്നാണ്. ക്രൊമാറ്റോഫോർസിൽ പിഗ്മെന്റ്സ് ഉണ്ട്, അതാണ് ഫോട്ടോസിന്തസിസിന് സഹായിക്കുക. പിന്നെ മിനി മോട്ടിലിറ്റി, ഇനി ബാക്ടീരിയക്ക് അനങ്ങാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഫ്ലെജല്ല. ഒരു ഫ്ലെജല്ലയ്ക്ക് 3 പാർട്ട് ഉണ്ട്. ആ നീളം കൂടിയ ഫിലമെന്റ്, പിന്നെ ഒരു ബേസൽ ബോഡിയായി അറ്റാച്ച് ചെയ്തൊരു ഹുക്ക്, പിന്നെ ഒരു ബേസൽ ബോഡി. ഓക്കെ, ഇനി ഫ്ലെജല്ല അല്ലാണ്ട് പിലിയും ഫിംബ്രിയും ഉണ്ട്. അതെന്താ, അതിന് പക്ഷെ മോട്ടിലിറ്റിക്ക് അല്ല ഫങ്ഷൻ. പിലി എന്താ ഒരു ഇലോങ്ങേറ്റഡ് ട്യൂബുലർ സ്ട്രക്ചർ ആണ്, ഒരു സ്പെഷ്യൽ പ്രോട്ടീൻ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിംബ്രി എന്ന് പറഞ്ഞാൽ ഈ ബ്രഷിന്റെ ഒക്കെ ബ്രിസിൽസ് ഇല്ലേ, അതേപോലത്തെ സാധനമാണ്. അതാണ് എന്താ പറയുക ഈ ബാക്ടീരിയന് ഈ റോക്സ് അല്ലെങ്കിൽ ഓരോ സ്ഥലത്ത് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത് ഇവരാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് നോക്കാം. മീസോസോംസ് ആണ്, ഒരു സ്പെഷ്യൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ ആണ്. അതെന്താ, ഇറ്റ് ഈസ് ഫോം ഡ്യൂ ടു ദ എക്സ്റ്റൻഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ ഇൻ ടു ദ സെൽ. അവരെന്ത് വെസിക്കിൾസ് ഫോം ചെയ്യും, ട്യൂബ്യൂൾസ് ഫോം ചെയ്യും, ലാമെല്ലയും ഫോം ചെയ്യും. ഇവരുടെ ഫങ്ഷൻ എന്താ, സെൽ വോൾ ഫോർമേഷൻ, DNA റെപ്ലിക്കേഷൻ, പിന്നെന്താ ഡിസ്ട്രിബ്യൂഷൻ ടു ഡോട്ടർ സെൽസ്. അവർ വേറെ ഇതിന് സഹായിക്കും, റെസ്പിറേഷൻ, പിന്നെ സർഫസ് ഏരിയ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ കൂട്ടും, എൻസൈമാറ്റിക് കണ്ടന്റ് ഉണ്ട്. ഇനി ചില പ്രോകാരിയോട്സിൽ എന്താ സൈനോ ബാക്ടീരിയയിൽ ഈ കളേർഡ് മെംബ്രെയിനസ് എക്സ്റ്റൻഷൻസ് ഉണ്ട്, പിഗ്മെന്റ്സ് ഒക്കെ ഉള്ള, അതിനെയാണ് ക്രോമാറ്റോഫോർസ് എന്ന് പറയാം. ബാക്ടീരിയ സെൽസ് ചിലപ്പോ മൊട്ടൈലും ആവാം, നോൺ മൊട്ടൈൽ. മൊട്ടൈലാണെങ്കിൽ അവർക്ക് ഒരു ഫിലമെന്റസ് എക്സ്റ്റൻഷൻസ് ഉണ്ട് സെൽ വാളിന്, അതാണ് ഫ്ലെജല്ല. ഇപ്പൊ ബാക്ടീരിയൽ ഫ്ലെജല്ല 3 പാർട്ട് ഉണ്ട്, ഒരു ഫിലമെന്റ്, ഒരു ഹുക്ക്, പിന്നെ ബേസൽ ബോഡി. ഇനി ഈ ഫ്ലെജല്ല അല്ലാണ്ട് പിലി ആൻഡ് ഫിംബ്രി എന്ന സ്ട്രക്ചേഴ്സ് ഉണ്ട്. അവർക്ക് മോട്ടിലിറ്റിക്ക് ഒരു റോൾ ഇല്ല. പിലി എന്ന് പറയുന്നത് എന്താ, ഇലോങ്ങേറ്റഡ് ട്യൂബുലർ സ്ട്രക്ചേഴ്സ് ആണ്, മെയ്ഡ് ഓഫ് സ്പെഷ്യൽ പ്രോട്ടീൻ. ഫിംബ്രി എന്താ, ഈ ബ്രിസിൽ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. ഫിംബ്രിയക്ക് മോട്ടിലിറ്റി അല്ല ഫങ്ഷൻ. അവരെന്തിനു സഹായിക്കും, ഈ റോക്സ് അല്ലെങ്കിൽ വെല്ലം പോസ്റ്റ് ടിഷ്യൂസിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നവരാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം. നമ്മളിപ്പോ സെൽ എൻവലപ്പ് കണ്ടു. ഇനി നമുക്ക് റൈബോസോംസ് എന്താന്ന് നോക്കാം. റൈബോസോംസ് എന്താ, ഒരു ഗ്രാന്യൂൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് ആണ്. അത് കാരണമാണ് സൈറ്റോപ്ലാസം ഗ്രാന്യുലർ ആവാം. ഈ ചില റൈബോസോംസിൽ ഈ സിംഗിൾ സ്റ്റാൻഡേർഡ് mRNA ഉണ്ടാവും. അത് അറ്റാച്ച് ചെയ്ത് എന്താ ഒരു ചെയിൻ ആവും റൈബോസോംസ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് റൈബോസോംസ്. ഓക്കെ, അതിലൊരു സിംഗിൾ സ്റ്റാൻഡേർഡ് mRNA ഇങ്ങനെ അറ്റാച്ച് ആയി. അതിനെയാണ് നമ്മൾ എന്താ പറയാ, പോളി റൈബോസോം. ഇതിനെ പോളി റൈബോസോം എന്ന് പറയാം. ഇവരാണ് സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. അപ്പൊ ഇതില് എന്താ റിസർവ് മെറ്റീരിയൽസ് ഉണ്ടാവും ഇൻ ദ ഫോം ഓഫ് ഈ ഇൻക്ലൂഷൻ ബോഡീസോ ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസോ അല്ലെങ്കിൽ സൈനോഫീസിൻ ഗ്രാന്യൂൾസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസും കാണും. ഇനി ചില ബ്ലൂ ഗ്രീൻ ആൽഗിയൻ ബാക്ടീരിയയിൽ എന്താ ഗ്യാസ് വാക്യൂൾസ് ഉണ്ടാവും. ഓക്കെ,
ഓക്കെ, അപ്പൊ നമുക്ക് റൈബോസോംസ് നോക്കാം. പ്രോക്യാരിയോട്സിലെ റൈബോസോംസ് എന്താ, അത് പ്ലാസ്മ മെംബ്രെയിൻ ആയിട്ടാണ് അറ്റാച്ച് ആയിരിക്കുക. അവരുടെ സൈസ് എന്താ 15 നാനോമീറ്റർ ടു 20 നാനോമീറ്റർ. പിന്നെ 2 സബ് യൂണിറ്റ്സ് ഉണ്ട്. അതെങ്ങനെയാ 2 സബ് യൂണിറ്റ്സ് എന്താ 50S 30S. ഈ 50+30 നമുക്കറിയാം 80 പക്ഷെ അങ്ങനെയില്ല, അതിനൊരു 10 കുറച്ചാലാണ് ആ കോമ്പോസിറ്റ് റൈബോസോമിന്റെ നമ്പർ നമുക്ക് കിട്ടുക 70S പ്രോക്യാരിയോട്ടിക് റൈബോസോംസ്. റൈബോസോംസിന്റെ ഫംഗ്ഷൻ എന്താ, അതാണ് പ്രോട്ടീൻ സിന്തസിസ്. ഇനി ചില റൈബോസോംസ് ഒരു സിംഗിൾ mRNA ഇങ്ങനെ അറ്റാച്ച്ഡ് ആവും, എന്നിട്ട് ഒരു ചെയിൻ ഉണ്ടാവും, അതിനെയാണ് പറയുക പോളി റൈബോസോം അല്ലെങ്കിൽ പോളിസോം. അവരുടെ ഫംഗ്ഷൻ എന്താ, ഈ ട്രാൻസ്ലേഷൻ ആണ്. ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നത് എന്താ, ഈ ജനറ്റിക് മെറ്റീരിയൽ ആയ DNA RNA പ്രോട്ടീൻ ഉണ്ടാക്കണ ഇതാണ് ട്രാൻസ്ലേഷൻ. ഇനി ഇൻക്ലൂഷൻ ബോഡി. ഈ ചില പ്രോക്യാരിയോട്ടിക് സെൽസിൽ എന്താ, ഈ സൈറ്റോപ്ലാസത്തിൽ റിസർവ് മെറ്റീരിയൽ സ്റ്റോർ ആവും, അതിനെയാണ് നമ്മൾ ഇൻക്ലൂഷൻ ബോഡീസ് എന്ന് പറയാം. അവർക്ക് ഒരു മെംബ്രെയിൻ സിസ്റ്റം ഇല്ല, ഒരു സൈറ്റോപ്ലാസത്തിൽ ഫ്രീ ആയി ലൈ ചെയ്യും. അതിന്റെ എക്സാമ്പിൾസ് ആണ് ഫോസ്ഫേറ്റ് ഗ്രാന്യൂൾസ്, ഗ്ലൈക്കോജൻ ഗ്രാന്യൂൾസ്, സൈനോഫൈസിൻ ഗ്രാന്യൂൾസ്. ഇനി ഗ്യാസ് വാക്യൂൾസ് എന്താ, ഫൗണ്ട് ഇൻ ബ്ലൂ ഗ്രീൻ ആൻഡ് ഗ്രീൻ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ. ഓക്കെ, ഗ്യാസ് വാക്യൂൾസ് ഗ്യാസിന്റെ അതിനെന്തിനു സഹായിക്കും, ഫ്ലോട്ട് ചെയ്യാൻ സഹായിക്കും. അപ്പൊ ഇതുവരെ നമ്മൾ എന്ത് പറഞ്ഞു, പ്രോകാരിയോട്സിന്റെ സെൽ എൻവലപ്പ് മോഡിഫിക്കേഷൻസ് പഠിച്ചു, അതിന്റെ ഡിഫറൻസസ് പഠിച്ചു, പ്രോകാരിയോട്ടും യൂകാരിയോട്ടും തമ്മിലുള്ള. ഇനി നമുക്ക് നോക്കാനുള്ളത് യൂകാരിയോട്ടിക് സെല്ലിലെ ഓരോ ഓർഗാനിസം ആണ് നോക്കാനുള്ളത്. അപ്പൊ ഞാൻ ഏറ്റവും യൂകാരിയോട്ടിക് സെല്ല് പറയുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം അതിന്റെ ബേസിക് സ്ട്രക്ചർ പറഞ്ഞുതരാം. അതായത് സെൽ മെംബ്രെയിൻ. സെൽ മെംബ്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞു സെമി പെർമിയബിൾ. സെമി പെർമിയബിൾ എന്ന് പറയുമ്പോൾ അവര് ഓരോ ലിവിങ് സെല്ലും എക്സ്റ്റേണലി കവർ ആയി തിന്നാണ്, ഇലാസ്റ്റിക് ആയിട്ട് സെലക്റ്റീവ്ലി പെർമിയബിൾ മെംബ്രെയിൻ ഉണ്ട്, അതാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതിന്റെ കോമ്പോസിഷൻ എന്താ, ഈ ലിപ്പിഡും പ്രോട്ടീനിന്റെ ഒരു കോമ്പോസിഷൻ ഉണ്ട്, അതിനെയാണ് ലൈപ്പോപ്രോട്ടീൻസ് എന്ന് പറയാം. പിന്നെയുള്ള ലിപ്പിഡ് ആൻഡ് പ്രോട്ടീൻ ഉണ്ട്. ലൈപ്പോപ്രോട്ടീൻസ്, ലിപ്പിഡ് പ്രോട്ടീൻ ആണ് 60% പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ടാക്കണം. പിന്നെ അതിന്റെ ഫങ്ഷൻ എന്തായിരിക്കും, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഡിഫറെന്റ് സബ്സ്റ്റൻസസ് ഉണ്ട്, പിന്നെ മെക്കാനിക്കൽ സ്ട്രെങ്ത്തും കൊടുക്കും. ചില പ്രോട്ടീൻസ് എന്താ എൻസൈംസ് ആയിട്ട് ആക്ട് ചെയ്യും. ഈ ലിപ്പിഡ്സ് എന്താ കുറവായിരിക്കും, ലിപ്പിഡ് കണ്ടന്റ് അതെന്താ 28 to 79% ആയിരിക്കും, ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് സെൽ. ലിപ്പിഡ്സ് പ്ലാസ്മ മെംബ്രെയിനിൽ 3 ടൈപ്പ് ലിപ്പിഡ്സ് ഉണ്ട്. അതായത് ഒരെണ്ണം ഫോസ്ഫോലിപ്പിഡ്സ്, പിന്നെ ഗ്ലൈക്കോലിപ്പിഡ്സ്, പിന്നെ സ്റ്റിറോൾസ്. ഈ സ്റ്റിറോൾ മെയിൻലി എന്താ, മെംബ്രെയിനിൽ കൊളസ്ട്രോൾ ഉണ്ടാക്കും അനിമൽസിൽ. പിന്നെ പ്ലാന്റ്സിലാണെങ്കിൽ ഫൈറ്റോസ്റ്റിറോൾ ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്താ പറയാ എർഗോസ്റ്റിറോൾ എന്തെങ്കിലും ഉണ്ടാക്കും ചില മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, ഇനി ഒരു മോഡല് പഠിപ്പിച്ചു, സെൽ മെംബ്രെയിനിന്റെ ഒരു മോഡല് ആരെ പറഞ്ഞിരുന്നത്, സിംഗർ ആൻഡ് നിക്കോൾസനാണ്. സിംഗർ ആൻഡ് നിക്കോൾസനാണ് ഒരു 1972 എന്താ ഇംപ്രൂവ് മോഡൽ ഓഫ് സ്ട്രക്ചർ സെൽ മെംബ്രെയിൻ പറഞ്ഞത്. അതവര് പറഞ്ഞത് എന്താ, ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലാണ്. അപ്പൊ ഈ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡലിൽ അനുസരിച്ച് എന്ത് ക്വാസി നേച്ചർ ഓഫ് ലിപ്പിഡ് ആണ്, എന്ന് വെച്ചാൽ ലിപ്പിഡ് കാരണമാണ് എന്താ ഈ പ്രോട്ടീൻ, ലിപ്പിഡ് നദി, അതിൻ്റെ ഉള്ളിൽ പ്രോട്ടീൻ ഫിഷസ്, അവരാണ് ഈ നദി കാരണം ഫിഷസ് സ്വിം ചെയ്യണം. അതേപോലെയാണ് ഫ്ലൂയിഡില് ഇങ്ങനെ മൊസൈക്ക് അപ്പിയറൻസ് ആണ് ഈ പ്രോട്ടീൻ വരുമ്പോൾ, അതാണ് ലിപ്പിഡ് ബൈലെയറിൽ പ്രോട്ടീൻസ് എംബഡഡ് ആയിരിക്കും, അതാണ് ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. ഇപ്പൊ ഫ്ലൂയിഡിറ്റി ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്തുകൊണ്ടായിരിക്കും, ആ ലിപ്പിഡ് കൊണ്ടാണ്, ഫോസ്ഫോലിപ്പിഡ് വിച്ച് ഇസ് റിച്ച് ഇൻ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്. ഈ ഫോസ്ഫോലിപ്പിഡ്സ് ആണ് മെയിൻലി സെൽ മെംബ്രെയിന്റെ മെയിൻ കോമ്പോണന്റ് ഫോസ്ഫോലിപ്പിഡ്സ് ആണ്, കാരണം അതാണ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് കൊടുക്കുക. ലിപ്പിഡ്സിന്റെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആംഫിപെത്തിക് ആണ്. ആംഫിപെത്തിക് എന്ന് പറഞ്ഞാൽ എന്താ, അവർക്ക് ഒരു പോളാർ ആയിട്ടുള്ള ഹൈഡ്രോഫിലിക് ഹെഡ് ഉണ്ട്. ഹൈഡ്രോഫിലിക് അല്ലെങ്കിൽ പോളാർ ഹെഡ് എന്ന് പറയുന്നത് അവർ വെള്ളത്തിന് അട്രാക്ട് ചെയ്യും. പിന്നെ നോൺ പോളാർ അല്ലെങ്കിൽ ഹൈഡ്രോഫോബിക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിന് ദൂരെ, അതെന്തായിരിക്കും, ഫാറ്റ് സോലുബിൾ ആയിരിക്കും.
അപ്പൊ അങ്ങനെയാണെങ്കിൽ പുറത്തേക്കുള്ള പോർഷൻ അല്ലേ വെള്ളം ഇന്ററാക്ട് ചെയ്യാൻ പുറത്താണ്, വെള്ളം പുറത്താണ്. അപ്പൊ ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്ത്, പിന്നെ ഒരു ഹൈഡ്രോഫോബിക് ടെയിൽ ഉള്ളിലേക്ക് എംബഡ് ചെയ്യും. ഇതിലാണ് കുറച്ച് ഷുഗർ ചെയിൻസ് അറ്റാച്ച്ഡ് ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ പറയുന്നത് ഗ്ലൈക്കോലിപ്പിഡ് ആന്ന് പറയും. പിന്നെ 2 കൈൻഡ് ഓഫ് പ്രോട്ടീൻസ് ഉണ്ടാവും. ഒന്ന് എംബഡഡ് ആയിരിക്കും, അതിനെ ഇന്റഗ്രൽ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പ്രോട്ടീൻ പറയും. ചിലത് പുറത്ത് കാണും പ്രോട്ടീൻ, അതാണ് എക്സ്ട്രിൻസിക് പ്രോട്ടീൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ നോക്കാം. എന്താ പറയാ, ഇതിലെന്താ പറഞ്ഞ NCERT-യിൽ എന്താ പറഞ്ഞേക്കണെന്ന് നോക്കാം. Detailed structure of the membrane was studied only after the advent of electron microscope. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആരാ ഡിസ്കവർ ചെയ്ത് ഇൻവെന്റ് ചെയ്ത് നിങ്ങൾ തന്നെ പറയാം, കാരണം ഞാൻ പറയാൻ പോകുന്നില്ല. ഇനി കെമിക്കൽ സ്റ്റഡീസ് ഓൺ സെൽ മെംബ്രെയിൻ എന്താ RBCs-ലൊക്കെ ചെയ്തിരുന്നു സയന്റിസ്റ്റുകൾ. അത് കാരണമാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ കിട്ടിയത്. ഈ സ്റ്റഡീസ് കാരണം നമുക്ക് എന്തോ കണ്ടുപിടിച്ചു, സെൽ മെംബ്രെയിന്റെ കോമ്പോസിഷൻസ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റി. അതാണ് ലിപ്പിഡ്സ് ആൻഡ് പ്രോട്ടീൻസ്. ദ മേജർ ലിപ്പിഡ്സ് എന്താ, ഫോസ്ഫോലിപ്പിഡ്സ് ആണ്. അവര് ഒരു ബൈലെയറായി അറേഞ്ച്ഡ് ആയിരിക്കും. ഇനി ലിപ്പിഡ്സ് എന്താ, ഈ ലിപ്പിഡ്സിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയാ, ഈ പോളാർ ഹെഡ് എന്ന് പറയുന്ന ഹൈഡ്രോഫിലിക് ഹെഡ് പുറത്തും ഹൈഡ്രോഫോബിക് ഹെഡ് ഉള്ളിലേക്കായിട്ടാണ് അറേഞ്ച്മെന്റ്. അപ്പൊ അത് കാരണം എന്താ, ഈ നോൺ പോളാർ ടെയിൽ ഓഫ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് എന്താ ഈ എക്വസ് എൻവയോൺമെന്റ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ഇനി ഫോസ്ഫോലിപ്പിഡ്സിന്റെ കൂടാതെ ഇവർക്ക് മെംബ്രെയിനിൽ എസ്റ്റേഴ്സ്, എസ്ട്രോൾസ് കാണും. അതാണ് അനിമൽസിലാണെങ്കിൽ കൊളസ്ട്രോൾ ആണ്. ഈ ചെറിയ ഓർഗാനിസം ആണെങ്കിൽ എർഗോസ്റ്റിറോൾ ആണ്. ഓക്കെ, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ബയോകെമിക്കൽ ഇൻവെസ്റ്റിഗേഷന് വേറെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതായത് എന്താ, സെൽ മെംബ്രെയിൻ എന്താ, ഇറ്റ് ഓൾസോ പോസസ് പ്രോട്ടീൻ ആൻഡ് കാർബോഹൈഡ്രേറ്റ്. ഇപ്പൊ റേഷ്യോ ഓഫ് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ് വേരീസ്, അത് വേരി ചെയ്യും. അപ്പൊ ഹ്യൂമൻസിൽ എന്താ, ഹ്യൂമൻ ബീങ്സിന് മെംബ്രെയിൻ RBC മെംബ്രെയിനിൽ 52% പ്രോട്ടീനും 40% ലിപ്പിഡ്സ് ആണുള്ളത്. അപ്പോ നമുക്ക് ഇത് നോക്കാം, സെൽ മെംബ്രെയിന്റെ സ്ട്രക്ചർ, സെൽ മെംബ്രെയിന്റെ തിയറീസ് അല്ലെങ്കിൽ മോഡൽസ്. ഒരു നല്ലൊരു തിയറി ഞാൻ പറഞ്ഞിരുന്നു, സിംഗർ ആൻഡ് നിക്കോൾസിന്റെ ഫ്ലൂയിഡ് മൊസൈക്ക് മോഡൽ. അവർ 1972 പ്രൊപ്പോസ് ചെയ്തത്. അപ്പൊ ഇതില് പറയണത് എന്താ, ഈ ഫ്ലൂയിഡ് നേച്ചർ ഓഫ് ലിപ്പിഡ് ആണ് ഈ പ്രോട്ടീന്റെ ലാറ്ററൽ മൂവ്മെന്റിന് സഹായിക്കുന്നത്. അപ്പൊ ഈ എബിലിറ്റി ടു മൂവ് വിത്തിൻ ദ മെംബ്രെയിൻ ഇസ് മെഷേർഡ് ആസ് ഇറ്റ്സ് എന്താ ഫ്ലൂയിഡിറ്റി. ഈ fluid nature of membrane is also important from the point of view of functions like cell growth and formation of intercellular junctions and secretion or cell division. ഇതിനെല്ലാം സഹായിക്കുന്നത് ഈ ഫ്ലൂയിഡിറ്റി ആണ്. ഇനി ഫങ്ഷൻസ് ഓഫ് പ്ലാസ്മ മെംബ്രെയിൻ എന്താ നോക്കാം. ഒരെണ്ണം എന്താ, ട്രാൻസ്പോർട്ട് ഓഫ് മോളിക്യൂൾസ് ആയി. അടുത്തത് എന്താ, അത് ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ എന്താ പറയുക, സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റിയും കൊടുക്കും. ഈ മെംബ്രെയിൻ സെലക്റ്റീവ്ലി പെർമിയബിൾ ആണ്. സെലക്റ്റീവ്ലി പെർമിയബിൾ എന്ന് പറഞ്ഞാൽ കുറച്ച് മോളിക്യൂൾസിനെ പെർമിയബിൾ ആക്കും, ചിലതിന് കയറ്റിവിടില്ല. ചില മോളിക്യൂൾസ് എനർജി ഒന്നും ഇല്ലാണ്ട്, എനർജി യൂസ് ചെയ്യാണ്ട് കടന്നു വരും. അതിനെയാണ് പാസീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. ഇനി ചില ഈ വെള്ളമൊക്കെ എന്താ, വെള്ളം കൂടുതലുള്ള സ്ഥലത്ത് നിന്ന് കുറവുള്ള സ്ഥലത്തേക്ക് പോകും. അതിനെയാണ് നമ്മൾ പറയുക ഓസ്മോസിസ്. ഇനി ചില കുറച്ച് മോളിക്യൂൾസ് എന്താ പറയുക, എനർജി യൂസ് ചെയ്ത്, അതായത് എനർജി എന്ന് പറയുന്നത് ATP യൂസ് ചെയ്ത് ലോ കോൺസെൻട്രേഷൻ ഹൈ കോൺസെൻട്രേഷൻ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകും. അത് ഇങ്ങനെ സോഡിയം പൊട്ടാഷ്യം പമ്പ് യൂസ് ചെയ്തത്, അതിനെയാണ് ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോ എന്താ പറയാ, ഈ നോൺ പോളാർ മോളിക്യൂൾസ് ഉള്ളിലും പോളാർ മോളിക്യൂൾസും പുറത്തായിട്ടാണ്. ഇപ്പൊ വെള്ളം പോവും, എന്താ പറയാ, വെള്ളം എങ്ങനെ എവിടുന്ന പോവുക, ഹൈ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഇപ്പൊ മൂവ്മെന്റ് ഓഫ് വാട്ടർ ബൈ ഡിഫ്യൂഷൻ എന്താ പറയാ, ഓസ്മോസിസ്. ഇപ്പോ ഓസ്മോസിസ്. പിന്നെ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഫ്രം ലോവർ ടു ഹയർ കോൺസെൻട്രേഷൻ. അപ്പൊ ആ ട്രാൻസ്പോർട്ടിനെയാണ് എനർജി ഡിപ്പെൻഡന്റ് പ്രോസസ് എന്ന് പറയുന്നത്. അതിൽ ATP യൂട്ടിലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സെൽ മെംബ്രെയിൻ. ഇനി നമുക്ക് സെൽ വാൾ പഠിക്കാം. സെൽ വാളിന്റെ എന്താ, ഒരു നോൺ ലിവിങ് സ്ട്രക്ചർ ആണ് സെൽ വാൾ. അത് റിജിഡിറ്റി അല്ലെങ്കിൽ
എന്താ പറയുക സ്ട്രക്ചറൽ ഇന്റഗ്രിറ്റി ആൻഡ് മെക്കാനിക്കൽ സപ്പോർട്ടും ഈ സെൽ ടു സെൽ ഇന്ററാക്ഷൻസിന് സഹായിക്കുന്നതാണ് സെൽ വോൾ. ഈ ആൽഗിക്ക് സെൽ വോൾ ഉണ്ട്, നമ്മളുടെ ഫംഗസിനുണ്ട്, പ്ലാന്റ്സിന് സെൽ വോൾ ഉണ്ട്, ആനിമൽസിന് സെൽ വോൾ ഇല്ല. പക്ഷെ ഓരോ സെൽ വോളിന് എന്താ മെറ്റീരിയൽസ് വേറെയാ. അതായത് ഫംഗസിൽ കൈറ്റിൻ ആണ്, നമ്മൾ പ്ലാന്റ്സിൽ സെല്ലുലോസ് ആവാം, സെല്ലുലോസിന്റെ ഡെറിവേറ്റീവ് സെമി സെല്ലുലോസ്, പെക്ടിൻസ് ആവാം. പിന്നെ ആൽഗയിൽ ചിലത് സെല്ലുലോസും കാണും, ഗാലക്ടിൻസ് ഉണ്ടാവും, മാനിൻസ് കാണും. ഇതൊക്കെ നിങ്ങൾ പ്ലാന്റ് കിങ്ഡത്തിൽ പഠിച്ചതാണ്. ഇനി ഈ സെൽ വോളിന് തന്നെ 3 ലെയർ ഉണ്ട്. ഒരു പ്രൈമറി വോൾ ഉണ്ട്. പ്രൈമറി വോൾ എന്ന് പറയുന്നത് എന്താ, അതിന് ഗ്രോത്തിന് സഹായിക്കുന്നതാണ്. അപ്പൊ ആ പ്രൈമറി വോൾ എന്താ, it gradually diminishes as the cell matures and cell wall is formed on the inner side of the cell. ഇനി മിഡിൽ ലാമെല്ല എന്ന് പറയുന്നത് അത് മെയിൻലി മെയ്ഡ് ഓഫ് കാൽഷ്യം പെക്റ്റേറ്റ്. അതാണ് ഈ ഒട്ടിച്ച് പിടിച്ച് അതിനൊരു സ്റ്റിക്കി നേച്ചർ. അത് കാരണം ഈ സെല്ലിനെ മറ്റു സെല്ലായിട്ട് ഒട്ടിപ്പിടിച്ച് ഒട്ടിക്കാൻ സഹായിക്കുന്നതാണ് കാൽഷ്യം പെക്റ്റേറ്റ്. ഇനി സെൽ വോളും മിഡിൽ ലാമെല്ല എന്താ, മേ ബി ട്രാവേഴ്സ്ഡ് ബൈ ഒരു പ്ലാസ്മോഡെസ്മാറ്റയാണ്. ആ പ്ലാസ്മോഡെസ്മാറ്റ എന്ത് ചെയ്യും, ഈ സൈറ്റോപ്ലാസത്തിനെ കണക്ട് ചെയ്യും. എന്തായിട്ട് നെയ്ബറിങ് സെൽസ് ആയി കണക്ട് ചെയ്യുന്നതാണ് ഇത് പ്ലാസ്മോഡെസ്മാറ്റ. അപ്പൊ സെൽ വോൾ എന്ന് പറയുന്നത് എന്താ, ഒരു നോൺ ലിവിങ് റിജിഡ് സ്ട്രക്ചർ ആണ്. അതെന്താ ഔട്ടർ കവറിങ് ആവും, ഫംഗസ് ഔട്ടർ കവറിങ് ആണ്. ഈ പ്ലാസ്മ മെംബ്രെയിൻ ഓഫ് ഫംഗസും ഈ പ്ലാന്റ്സിലൊക്കെ കാണും. അപ്പൊ സെൽ വോളിന്റെ ഫംഗ്ഷൻ എന്താ, ഷേപ്പും പ്രൊട്ടക്ഷൻ മാത്രമല്ല, അത് എന്താ പറയാ സെൽ ടു സെൽ ഇന്ററാക്ഷനും സഹായിക്കും. പിന്നെന്താ ഈ അൺഡിസൈറബിൾ മാക്രോമോളിക്യൂൾസിന് എന്താ, ഈ ആവശ്യമില്ലാത്ത മാക്രോമോളിക്യൂൾസിന്റെ എൻട്രി അവർ തടയും. പിന്നെ ആൽഗിക്ക് സെൽ വോൾ ഉണ്ട്. എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണ, സെല്ലോസ്, ഗാലക്ടിൻസ്, മാനിൻസ് ഉണ്ട്. പ്ലാന്റ്സിൽ എന്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്, സെല്ലോസ്, ഹെമി സെല്ലോസ്, പെക്ടിൻസ്, പ്രോട്ടീൻസ്. അപ്പോൾ ഈ എന്താ പറയാ സെൽ വോളിന് എന്താ പറയാ ഇതുണ്ട്, 3 സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഒരെണ്ണം പ്രൈമറി വോളിന് ഗ്രോത്തിന് സഹായിക്കും. പിന്നെ സെല്ല് മെച്യൂർ ആയി കഴിഞ്ഞാൽ അത് ഒരു ഡിമിനിഷ് ആയിട്ട് എന്താ പറയും സെക്കൻഡറി വോൾ ഉണ്ടാവും. സെക്കൻഡറി വോൾ കഴിഞ്ഞ ഒരു മിഡിൽ ലാമെല്ല ഉണ്ട്, അതിൽ കാൽഷ്യം പെക്റ്റേറ്റ് ഉണ്ട്. അതാണ് ഇറ്റ് ഹോൾഡ്സ് ദ ഓർ ഗ്ലൂസ് in different neighboring cells together. A cell wall and middle lamellae may be traversed by plasmodesmata which connect the cytoplasm of neighboring cells. ഇനി നമുക്ക് ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഈ എൻഡോമെംബ്രെയിൻ സിസ്റ്റം അല്ലെങ്കിൽ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, പിന്നെ ഗോൾഗി അപ്പാരറ്റസ്, ലൈസോസോംസ്, വാക്യൂൾസ്, പിന്നെ മൈറ്റോകോൺഡ്രിയ, പ്ലാസ്റ്റിഡ്സ്, റൈബോസോംസ്, സൈറ്റോസ്കെൽട്ടൻ, സെൻട്രോസോംസ്, സെൻട്രിയോൾസ്, ന്യൂക്ലിയസ്. അപ്പൊ ഇതൊരു വലിയൊരു ചാപ്റ്റർ ആണ്. അപ്പൊ ഞാൻ ഇന്ന് ഇത്ര തന്നെ പഠിപ്പിക്കാം. നമുക്ക് ഇന്ന് പഠിച്ചൊന്ന് റിവൈസ് ചെയ്യാം, കാരണം ഇന്ന് തന്നെ കുറെ ആയിന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ യൂക്കാരിയോട്ടിക് സെൽസ് ഏതൊക്കെയാണെന്ന് നോക്കാം. യൂക്കാരിയോട്ടിക് സെൽസ് എന്ന് പറയുന്നത് എന്താ, എല്ലാ പ്രോട്ടിസ്റ്റയും, പ്ലാന്റ്, ആനിമൽസ്, ഫംഗൈ, മൊണേറ ഒഴിച്ച് എല്ലാവരും യൂക്കാരിയോട്സ് ആണ്. അപ്പൊ അവർക്ക് എന്താ യൂക്കാരിയോട്സിന്റെ പ്രത്യേകത എന്താ, ഒരു എക്സ്റ്റെൻസീവ് കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ട്. സൈറ്റോപ്ലാസത്തിന്റെ എക്സ്റ്റെൻസീവ് കമ്പാർട്ട്മെന്റലൈസേഷൻ ഉണ്ട്. അവരുടെ ത്രൂ ദ പ്രസൻസ് ഓഫ് മെംബ്രെയിൻ ഗ്രൗണ്ട് organelles. Eukaryotic cells possess an organized nucleus with a nuclear envelope. In addition, eukaryotic cells have a variety of complex locomotory and cytoskeletal structures. പിന്നെ ഈ യൂക്കാരിയോട്സിൽ ജനറ്റിക് മെറ്റീരിയൽ ഉണ്ട്, അതെന്താ ക്രോമസോംസ് ആയി ഓർഗനൈസ് ചെയ്യും. ഇതിൽ ലീനിയർ DNA ആണ് കാണുക വിത്ത് ഹിസ്റ്റോൺ പ്രോട്ടീൻസ്. യൂക്കാരിയോട്സിൽ linear DNA with histone proteins. എല്ലാ യൂക്കാരിയോട്ടിക് സെൽസ് ഒരേപോലെയല്ല. പ്ലാന്റും ആനിമൽ സെൽസും വ്യത്യാസമുണ്ട്. സെൽ വോൾ ഇല്ല, പ്ലാസ്റ്റിക്സും. ഈ ലാർജ് സെൻട്രൽ വാക്യൂളൊക്കെ ഏതിലാ കാണുക, പ്ലാന്റ് സെൽസിലാണ്, ആനിമൽസിൽ കാണില്ല. ഇനി ചിലതിൽ ഈ അനിമൽ സെൽസിന് സെൻട്രിയോൾ ഉണ്ട്. സെൻട്രിയോളിന്റെ
ഫങ്ഷൻ എന്താ സെൽ ഡിവിഷൻ, അത് പക്ഷെ പ്ലാന്റ് സെൽസിൽ ആബ്സെന്റ് ആണ്. അപ്പൊ നമുക്ക് ഇത് ഈ സ്ട്രക്ചർ നോക്കാം. അത് പ്ലാന്റ് സെൽ. പ്ലാന്റ് സെല്ലിൽ ഏറ്റവും നമ്മൾ കാണേണ്ട എന്താ ന്യൂക്ലിയസ്. ഇതിൽ ഇതേ കണ്ട ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് നടുവിൽ ഒരു ന്യൂക്ലിയോലസ് ഉണ്ട്. ന്യൂക്ലിയസ് മെമ്പറൈൻ ഉണ്ടോ? ഉണ്ട്. ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്. അത് യൂക്യാരിയോട്ടാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു വലിയ ഓട്ട പോലെ ഒരു വാക്യൂള് പോലെ സാധനം കണ്ടില്ലേ, അതാണ് വാക്യൂൾ. അത് കഴിഞ്ഞ് എന്താ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് ക്ലോറോപ്ലാസ്റ്റ് കാണും, പിന്നെ മൈറ്റോകോൺട്രിയ, പിന്നെ ഗോൾഗി അപ്പാരറ്റസ്, പിന്നെ എന്താ ഇത് ലൈസോസോം, ഇത് റൈബോസോംസ് അറ്റാച്ച് ചെയ്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ആണ് റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അത് അറ്റാച്ച് ചെയ്യാത്തതാണ് സ്മൂത്ത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ പ്ലാസ്മോഡസ് എന്നിട്ട് ഞാൻ പറഞ്ഞു മിഡിൽ ലാമെല്ലയിൽ കാണുന്നതാണ്. അത് സെൽ ടു സെൽ അഡീഷന് സഹായിക്കുന്നതാണ്. അതാണ് പ്ലാസ്മോഡെസ്മാറ്റ. പിന്നെ മൈക്രോട്യൂബ്യൂൾ ഉണ്ടാവും, സെൽ ഡിവിഷന് സഹായിക്കും. പ്ലാസ്മ മെംബ്രെയിൻ ഉണ്ട്. ഇതാണ് എന്താ പറയാ, ഇതെല്ലാം ഉള്ളത് ഈ ഓർഗനൽസ് ഒക്കെ ഉള്ളത് എന്തിനാണ്? സൈറ്റോപ്ലാസത്തിലാണുള്ളത്. ഓക്കെ, ഇനി ഇതില് അനിമൽ സെല്ല് നേരത്തെ പറഞ്ഞ എന്തൊക്കെയുണ്ട്? ഒരു ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയോളസ് ഉണ്ട്, ന്യൂക്ലിയർ എൻവലപ്പ് ഉണ്ട്, പിന്നെന്താ റഫ് ER കാണാം, റൈബോസോംസ് അറ്റാച്ച്ഡ് ആയിട്ട്, റൈബോസോംസ് ഫ്രീ ആയിട്ട് സൈറ്റോപ്ലാസത്തിലും ഉണ്ട്, പിന്നെ മൈറ്റോകോൺട്രിയ ഉണ്ട്, പിന്നെ സെൻട്രിയോൾ ഉണ്ട്, പിന്നെ പെറോക്സിസോം ഉണ്ട്, പിന്നുള്ള എന്താ ഗോൾഗി അപ്പാരറ്റസ് ആണ്. പിന്നെ അനിമൽസിലാകുമ്പോൾ മൈക്രോവില്ലൈ കാണും. ഏതൊക്കെ? ചില സ്ട്രക്ചർ ഇൻഡസ്റ്റൈനിലോ അല്ലെങ്കിൽ അബ്സോർപ്ഷന് സഹായിക്കാനാണ് ഈ മൈക്രോവില്ലൈ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ബേസിക് അനിമൽ സെല്ലിന്റെ സ്ട്രക്ചർ. ഇനി നമുക്ക് ഇന്ന് പഠിച്ചതൊന്ന് റിവൈസ് ചെയ്യാം. ഇപ്പൊ സെൽ തിയറി ആരോ കണ്ടുപിടിച്ച ഷ്ലീഡനും ഷ്വാൻ. ഷ്ലീഡൻ എന്തായിരുന്നു? ബൊട്ടാനിസ്റ്റ് ആയിരുന്നു. ആള് പറഞ്ഞത് ഓരോ എല്ലാ പ്ലാന്റ്സ് എന്താ പല ടൈപ്പ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ പ്ലാന്റ്സിന്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഷ്വാനും പറഞ്ഞു അനിമൽസിൽ ഉണ്ട് സെൽസും, പിന്നെ ഔട്ടർമോസ്റ്റ് ലെയർ ഓഫ് സെല്ല് അനിമൽസിൽ കാണുന്ന തന്നെയാണ് പ്ലാസ്മ മെംബ്രെയിനും. പിന്നെ ഈ സെൽ വാള് ജസ്റ്റ് പ്ലാന്റിന്റെ ഒരു യൂണിക് ക്യാരക്ടർ ആണെന്ന് പറഞ്ഞ ആരാണ്? ഷ്വാൻ. ഇനി ഷ്ലീഡൻ ആൻഡ് ഷ്വാനിന്റെ തിയറിയിൽ പ്രശ്നം ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല എങ്ങനെയാ പുതിയ സെൽസ് ഉണ്ടായിരിക്കുന്നെന്ന്. അപ്പൊ പുതിയ സെൽസ് ഉണ്ടായിരുന്നത് എങ്ങനെയാ? ഉണ്ടാക്കിയത് ആരാ? പുതിയ സെൽസ് ഉണ്ടാക്കി ആ തിയറി ഉണ്ടാക്കിയതാണ് റുഡോൾഫ് വെർച്ചോ. റുഡോൾഫ് വെർച്ചോ ഈ ഡേറ്റ്സും എന്നിട്ട് ഇയേഴ്സ് ഒക്കെ പഠിച്ചു വെക്കണം കേട്ടോ. 1855 പറഞ്ഞ് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ദാറ്റ് സെൽസ് ഡിവൈഡ് ആൻഡ് ന്യൂ സെൽസ് ആർ ഫോംഡ് ഫ്രം പ്രീ എക്സിസ്റ്റിംഗ് സെൽസ്. അപ്പൊ അതിനെയാണ് പറയുക ഓംനി സെല്ലില് ഈ സെല്ലില്. ഇനി സെൽ തിയറി എന്താ പറഞ്ഞു? പുതിയ സെൽ തിയറി എന്താ? ഓൾ ലിവിങ് ഓർഗാനിസംസ് ആർ കമ്പോസ്ഡ് ഓഫ് സെൽസും പ്രോഡക്ട്സ് ഓഫ് സെൽസും ആണ്. പിന്നെ എല്ലാ സെൽസും എന്താ പ്രീ എക്സിസ്റ്റിംഗ് സെൽസ് എന്നാണ് റൈസ് ചെയ്യുന്നത്. ഇനി ഓവർവ്യൂ ഓഫ് സെൽ എന്ന് പറയുന്നത് എന്താ? സെല്ല് ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ന്യൂക്ലിയർ മെംബ്രെയിൻ ഉണ്ട്, എൻവലപ്പ് ഉണ്ട്. ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ് ക്രോമസോം കാണുക. ക്രോമസോമിന്റെ ഉള്ളിൽ മറ്റേ ജനറ്റിക് മെറ്റീരിയൽ DNA കാണും. പിന്നെന്താ സൈറ്റോപ്ലാസം ഉണ്ട്. സൈറ്റോപ്ലാസം എന്താ? ഇറ്റ് ഇസ് ദ മെയിൻ അറീന ഓഫ് സെല്ലുലാർ ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ചിലതിൽ മെംബ്രെയിൻ आपकी वॉइस क्लियर नहीं आ रही है। आपकी वॉइस क्लियर नहीं आ रही है। अभी क्या? हाँ, अच्छा ये बड़ा जो स्ट्रेंथ है वो ऐसा कोई वो नहीं है पोजीशन या कोई प्लेस जहाँ पे अच्छी और मिल जाए सिग्नल्स? थोड़ा छोटा मोटा चीज तो इग्नोर कर देते हैं, जब ज्यादा होता है ना तभी हमें इंटरप्ट करना। मतलब अभी तो मैंने आज का क्लास तो आज का क्लास तो मैं हो गया, अब मैं रिवाइज कर रही हूँ। अच्छा अच्छा, नहीं 1 मिनट तो आप फिर 1-2 मिनट बाद ओवर कर देना क्लास। अच्छा अब खत्म करूँ क्योंकि आज का सेशन हो गया, मैं अभी रिवाइज कर रही थी। ठीक ठीक, ओके। तो कंटिन्यू करूँ?
आवाज आ रहा हाँ कर दीजिए कंटिन्यू. है? हाँ. ഇനി പ്രോക്യാരിയോട്സിൽ എന്താ ഈ മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ല എന്നാണ്. മെംബ്രെയിൻ ബൗണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്തതുകൊണ്ടാണ് അവരെ പ്രോക്യാരിയോട്ട് എന്ന് പറയാം. പക്ഷെ അവരുടെ സെൽ മെംബ്രെയിനിൽ എന്താ ഒരു കുറച്ച് എക്സ്റ്റൻഷൻസ് ഉണ്ട്. ആ എക്സ്റ്റൻഷൻസിനെയാണ് നമ്മൾ മീസോസോം എന്ന് പറയാം. മീസോസോം സഹായിക്കും എന്തിനാണ്? സെൽ ഡിവിഷനെ സഹായിക്കും. അതിലാണ് റെസ്പിറേറ്ററി എൻസൈംസ് ഉള്ളത്. അത് കാരണം റെസ്പിറേഷനും സഹായിക്കും. പിന്നെ വേറെ പ്രോക്യാരിയോട്സ് പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർക്ക് സർക്കുലർ DNA ഉണ്ടാവും. നേക്കഡ് ആയിരിക്കും ന്യൂക്ലിയസ്, നോട്ട് വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസ് ആയിരിക്കും. പിന്നെ സെൽ എൻവലപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു ഗ്ലൈക്കോകാലിക്സ് ഉണ്ട്, പിന്നെ അതിന്റെ ഉള്ളിൽ സെൽ വാൾ ഉണ്ട്, പിന്നെ അതിന്റെ ഉള്ളിലാണ് സെൽ മെംബ്രെയിൻ കാണാം. ഇനി നമ്മൾ ബാക്ടീരിയനെ 2 ഗ്രൂപ്പായി ക്ലാസിഫൈ ചെയ്യാം. ഗ്രാം പോസിറ്റീവും ഗ്രാം നെഗറ്റീവ് ആയിട്ടും. ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ക്രിസ്റ്റ്യൻ വയലറ്റ് എടുക്കുന്നവരാണ് ഗ്രാം പോസിറ്റീവ്, എടുക്കാത്തവരാണ് ഗ്രാം നെഗറ്റീവ്. പിന്നെ നമ്മള് ഫ്ലെജല്ല പറഞ്ഞു, ഫ്ലെജല്ലയുടെ സ്ട്രക്ചർ പറഞ്ഞു. 3 സ്ട്രക്ചേഴ്സ് ഉണ്ടെന്ന്, അതായത് ഫിലമെന്റ് ഉണ്ട്, ഹുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ബേസൽ ബോഡി. ഈ ഫ്ലെജല്ല അല്ലാണ്ട് എന്താ പിലി ആൻഡ് ഫിംബ്രിയും ഉണ്ട്. പിലി എന്ന് പറയുന്ന ഇലോങ്ങേറ്റഡ് ട്യൂബുലാർ സ്ട്രക്ചേഴ്സ് ആണ് മെയ്ഡ് ഓഫ് എ സ്പെഷ്യൽ പ്രോട്ടീൻ. ഫിംബ്രിയുടെ ഫംഗ്ഷൻ എന്താ? അത് ഓരോ സ്ഥലത്ത് അറ്റാച്ച് ചെയ്യാനാണ് സഹായിക്കുക. പിന്നെ റൈബോസോംസ് പറഞ്ഞു. ബാക്ടീരിയ പ്രോക്യാരിയോട്ടിക് റൈബോസോംസ് ആണെങ്കിൽ 70S ടൈപ്പ് ആണ്. 50S and 30S സബ് യൂണിറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ചിലത് റൈബോസോംസ് mRNA അറ്റാച്ച് ആയിട്ട് പോളി റൈബോസോമ ഉണ്ടാവും. പോളി റൈബോസോംസ് എന്ന ട്രാൻസ്ലേഷന് സഹായിക്കാം. ഇനി നമ്മൾ പിന്നെ യൂക്കാരിയോട്ടിക് സെല്ലിൽ എത്തിയപ്പോൾ നമ്മൾ പഠിച്ചു തുടങ്ങിയത് സെൽ മെംബ്രെയിൻ ആണ്. സെൽ മെംബ്രെയിന്റെ കോമ്പോസിഷൻ പ്രോട്ടീൻസും ലിപ്പിഡ്സും ഉണ്ട്. പിന്നെ സെൽ മെംബ്രെയിന്റെ തിയറി, ഫ്ലൂയിഡ് മൊസൈക് മോഡൽ, അതാരുടെ സിംഗർ ആൻഡ് നിക്കോൾസൺ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ പല ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടും പഠിച്ചു. പിന്നെ സെൽ വോളും പഠിച്ചു. ഓക്കെ, അപ്പോ ഇന്നത്തെ നമുക്ക് നിർത്താം. ബാക്കി നമുക്ക് നാളെ കണ്ടിന്യൂ ചെയ്യാം, അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു.